പറഞ്ഞു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് അതുകൊണ്ട് നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി ദൈവത്തെ ആരാധിക്കാനിവിടെ വന്നെങ്കിൽ നിശ്ചയമായും ബലപ്പെട്ട് മടങ്ങിപ്പോകാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പുതിയ ബലം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. മോണിറ്റർ കൂട്ടിച്ച്. ദൈവം നമുക്ക് സഹായമായി, നമുക്ക് മതിയായവനായി, സകലത്തിനും മതിയായവനായി നമ്മുടെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം നിരച്ച് കലങ്ങിയാലും പിന്നെയും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഭയമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യം ശ്രദ്ധിക്കാം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അടുത്തത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. മനുഷ്യനായി ജനിച്ച ഒരാൾക്ക്, മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന വിഷയം എന്നാണെന്നറിയാമോ? എനിക്ക് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റണം. ഹല്ലേലൂയ. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണം. അതെങ്ങനെ സാധിക്കും? നിർഭയവാസം ഉണ്ടാകണം. നിർഭയവാസം. ഇന്നത്തെ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ ഹല്ലേലൂയ ഭയമാണ് മനുഷ്യൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഭയമാണ്. പ്രൈസ് ഗോഡ്. മാനവജാതിയെ മൊത്തം ഗ്രസിച്ചിരിക്കുന്നത് ഭയമാണ്. ആ ഭയം എന്നാണെന്നറിയാമോ? പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? ഭയമാണ്. നാളെ എന്ത് ചെയ്യും? ഭയമാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ ജീവിതത്തിൽ പല ബാധ്യതകളുണ്ട്. ഇപ്പം ഞായറാഴ്ച ഇവിടെ വന്ന് നിന്ന് ആരാധിക്കാനിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകും. നാളെ നേരം വെളുത്ത് തിങ്കളാഴ്ച ഓഫീസിലോട്ട് ചെല്ലണം, കടയിലേക്ക് ചെല്ലണം, കൃഷിസ്ഥലത്തേക്ക് ചെല്ലണം. പ്രൈസ് ഗോഡ്. വളം ഇടാനുള്ള സമയമാണ്, വളം ഇട്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. കിളയ്ക്കാനുള്ള സമയമാണ്, കിളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഉഴുവാനുള്ള സമയമാണ്, സാധിക്കുന്നില്ല. വിതയ്ക്കാനുള്ള സമയമാണ്, സാധിക്കുന്നില്ല. കാരണം കാശില്ല. പ്രൈസ് ഗോഡ്. മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് നാളെ പ്രൈസ് ഗോഡ് ഫീസ് അടയ്ക്കാനുണ്ട്, കാശില്ല. ബില്ലടയ്ക്കാനുണ്ട്, കാശില്ല. പ്രൈസ് ഗോഡ്. ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കണം, കാശില്ല. ബാങ്കിലടയ്ക്കണം, കാശില്ല. ഈ ഞായറാഴ്ച ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ കുഞ്ഞിൻ്റെ ഗതി എന്താകും? എൻ്റെ മകളുടെ ഗതി എന്താകും? എൻ്റെ മകൻ്റെ ഗതി എന്താകും? ഭാരങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ഭയങ്ങളാണ്. എന്നാൽ ഇന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്ക് സന്തോഷം തന്ന് എന്നെ സുഖമായി സമാധാനത്തോടെ കിടന്നുറങ്ങത്തക്കവണ്ണം എൻ്റെ ഭയങ്ങളെ മാറ്റുന്ന ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ ആകുലചിന്ത മാറ്റാൻ സാധിക്കുമോ? ഭയം മാറ്റാൻ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. ചിലർ പറയും, പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ എനിക്ക് സന്തോഷമുണ്ടാകും. ഇല്ല ദൈവമക്കളെ, ഉണ്ടാകത്തില്ല. പലർക്കും പല നിലവാരങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയിട്ടും സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ചിലരൊക്കെ സന്തോഷിച്ചു. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവരെക്കാൾ വലിയ സന്തോഷം എനിക്കെൻ്റെ ഉള്ളത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ആ സന്തോഷം നമുക്ക് പ്രാപിക്കാനിടയാകണം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ
അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇത് രണ്ട് വിധത്തിൽ ഇതിനെ കാണാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന്, ഹബക്കൂക്ക് പറഞ്ഞതുപോലെ അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി പൂക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടമാകും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. ഒരു സന്തോഷം. രണ്ടാമതൊരു സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെങ്കടൽ തീരത്ത് ഫറവോനും അവൻ്റെ സൈന്യവും അവൻ്റെ കുതിരകളും ചത്തടിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ മിരിയാം തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം. ഈ രണ്ട് സന്തോഷവും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഹല്ലേലൂയ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. പ്രൈസ് ഗോഡ്, ആമേൻ. പ്രാക്ടിക്കൽ ലൈഫിലെ സന്തോഷം രണ്ട് വിധത്തിലുള്ള സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാൻ സാധിക്കുന്നൊരനുഭവം. രണ്ട്, പ്രൈസ് ഗോഡ്, ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നൊരനുഭവം. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾ നൃത്തം ചെയ്തവനെ ആരാധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ച സമയമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സ്തോത്രം, അവരെ പിന്തുടർന്നു വരുന്ന ശത്രു, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, കടൽ തീരത്ത് ചത്തടിഞ്ഞ് കിടക്കുകയാണ്. രണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം, പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിത്തൂണിൽ ദൈവം കൂടെ നടക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടുവിച്ചുകൊണ്ട് എന്നെ സമൃദ്ധിയായി നടത്തുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം. പ്രൈസ് ഗോഡ്, ആമേൻ. തീർന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാളയത്തിന് ചുറ്റും വീണ് കിടക്കുന്ന മന്ന, ദൈവത്തിൻ്റെ സ്തോത്രം, തീർന്നില്ല. ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് നിങ്ങൾ മാംസം തിന്നുമെന്ന് പ്രൈസ് ഗോഡ് അരുളി ചെയ്ത ദൈവ ശബ്ദം. പ്രൈസ് ഗോഡ്. മോശയ്ക്ക് പോലും അറിയത്തില്ല ഇത് പറയുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. മോശ ചോദിക്കുന്നുണ്ട്, മരുഭൂമിയിൽ ദൈവം നിങ്ങൾക്കൊണ്ട് കാളകളെ അറുത്തു കൂട്ടുമോ? എവിടെന്ന്? പ്രൈസ് ഗോഡ്. അറിയത്തില്ല മോശയ്ക്ക്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അരുളി ചെയ്ത ദൈവത്തിനറിയാം. ഇന്ന് വൈകുന്നേരം എൻ്റെ മക്കള് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ ഇറച്ചി കൂട്ടി ഭക്ഷണം കഴിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തിനറിയാം? ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നറിയാമോ? സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ലിവ്യാഥാൻ്റെ തലകളെ തകർത്ത് മരുഭൂജനത്തിന് ആഹാരമായി കൊടുത്തു. പ്രൈസ് ഗോഡ്. ദൈവം കണ്ടുവച്ചിട്ടുള്ള ചില ലിവ്യാഥാന്മാരെ തകർത്ത് നിന്റെ സന്നിധിയിലേക്ക് ആമൻ ഹല്ലേലൂയ കാടപ്പക്ഷി പറന്ന് വരത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. അതിന് വേദശാസ്ത്രന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ലിവ്യാഥാൻ്റെ തലകളെ തകർത്ത് മരുഭൂജനത്തിന് ദൈവം ആ മാംസം ആഹാരമായി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിന് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അതിങ്ങനെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ലിവ്യാഥാൻ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം വലിയ കടലിലെ ജീവിയാണ്. തിമിംഗലം എന്ന് ചിലർ പറയുന്നു, അല്ല, ഇന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ ഏതോ ഒരു വലിയ ജീവിയാണെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഏതായാലും ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്തെന്നറിയാമോ? ഒരു ലിവ്യാഥാനെ അങ്ങ് തകർത്തു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിൻ്റെ മാംസ കഷ്ണങ്ങൾ മേൽ ചിറക് വപ്പിച്ച് ദൈവത്തിന് പറന്ന് പാളയത്തിന് ചുറ്റും കയ്യെത്താവുന്ന ദൂരത്തിൽ നിർത്തുമാറാക്കി. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 1.5 മുഴം ഉയരത്തിൽ ഏതാണ്ട് ഈ പൊക്കത്തിൽ നിർത്തുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. എന്താ ഇത് 6 അടി പൊക്കത്തിൽ കൊണ്ടുപോകാഞ്ഞത്? എന്തുകൊണ്ടാണ് ഇത് 8 അടി പൊക്കത്തിൽ കൊണ്ടുപോകാഞ്ഞത്? ഇത് എന്തുകൊണ്ടെന്നറിയാമോ? ഒരു കൊച്ചു കുഞ്ഞിന് പോലും പിടിക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അനുഗ്രഹം പകരാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ തലമുറയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകലത്തിന്മേലും നടത്താൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, സച്ചിനി മുഴക്കമല്ലാതൊരു ഈ മരുഭൂമിയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, എനിക്ക് ആവശ്യമുള്ളത് തന്ന് എന്നെ മരുഭൂമിയിൽ നടത്തുക മാത്രമല്ല, ഈ മരുഭൂയാത്രയ്ക്ക് ഒരു അവസാനമുണ്ട്. അത് പാലും തേനും ഒഴുകുന്ന ഒരു അനുഭവത്തിൽ എന്നെ എത്തിക്കുമെന്ന് ഉള്ളൊരു ഉറപ്പ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളുടെ ഉറപ്പെന്നറിയാമോ? ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഏറ്റവും വലിയ ഉറപ്പ്, ഞാൻ പ്രാപിച്ച അനുഗ്രഹത്തിൽ നിന്ന്, പ്രാപിച്ച ദൈവകൃപയിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്, ഇന്ന് കണ്ടതിനേക്കാൾ മെച്ചത്തിലൊന്ന് നാളെ കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്.
ഇന്നലെ വരെ കണ്ടതിനേക്കാൾ മെച്ചമായതൊന്ന് നാളെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ജനത്തിന് സന്തോഷിപ്പിക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, കാടപ്പക്ഷിയും മഞ്ഞയും പാറയിൽ നിന്നുള്ള വെള്ളവും മാത്രമല്ല, ഇത് കടന്ന് അങ്ങോട്ട് ചെന്നാൽ അവിടെ പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശവും എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് തന്നെ സന്തോഷമുള്ള ജീവിതം, ഈ ലോകത്ത് തന്നെ സമാധാനമുള്ള ജീവിതം, ഈ ലോകത്ത് തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തീർന്നില്ല. ഇത് കഴിയുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിത്യതയുമാണ്. ഇതാണ് ഒരു ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയുള്ള പല പല പ്രസ്ഥാനങ്ങളുടെയും ഹല്ലേലൂയ തത്വസമ്മതങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നത് ഇവിടെ നിനക്ക് സന്തോഷം തരും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ നിത്യതയെക്കുറിച്ച് പറയാനായിട്ട് പലർക്കും കഴിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു കാര്യം തെളിയിച്ചു. നാമും ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കും, പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു നിത്യതയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്, ഇവിടെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇത് രണ്ടും കൂടെ സമ്മേളിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് പറയാൻ സാധിക്കും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ, ഇന്നത്തെ ഈ സങ്കീർത്തന ശുശ്രൂഷ കഴിയുമ്പം പ്രാരംഭമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഭയം മുഴുവൻ പോയിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങണം. കഴിഞ്ഞ രാത്രി വരെ സമാധാനമില്ലാതെ ഉറങ്ങിയെങ്കിലും ഇന്നു മുതൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനിടയായി തീരണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ ഉറക്കം കെടുത്തുന്ന വിഷയങ്ങളെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉറക്കം കെടുത്തുന്ന വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുകയാണ് നല്ലത്. പ്രൈസ് ഗോഡ്. നമ്മളെപ്പോഴും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും, പരിഹാരം ആലോചിക്കത്തില്ല. ദൈവത്തെ സ്തോത്രം. പലപ്പോഴും ദൈവത്തെ സ്തോത്രം, നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ കാണും, എന്നാൽ സൊല്യൂഷൻ നമ്മൾ കാണത്തില്ല. ദൈവത്തെ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകല് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അറുതിയിടാൻ കഴിവുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കിയിട്ട് ആ സൊല്യൂഷൻ, ആ പരിഹാരം എങ്ങനെ പ്രാപിക്കാമെന്ന് ഗ്രഹിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ചെന്നിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നിവിടെ വന്നപ്പോൾ സമാധാനം കെടുത്തുന്ന ഒരു വിഷയം എൻ്റെ ഉള്ളിൽ, എൻ്റെ വീട്ടിൽ ഉണ്ട്. എനിക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനെ സാധിക്കത്തില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ഈ വിഷയത്തിൽ ഒരു സമാധാനം കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ് പലരും ഇവിടെ വന്നിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇവിടെ വന്നത് വെറുതെ ആകത്തില്ലെന്നൊരു വിശ്വാസമുണ്ടോ? ഇന്നിവിടെ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നത് വെറുതെ ആകത്തില്ല. ഇന്ന് എന്നെ സമാധാനം കെടുത്തിയിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഞാനൊരു മറുപടി കൊണ്ടേ പോകത്തുള്ളൂ. സമാധാനത്തോടെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കിയിട്ട് സമാധാനമില്ലാത്ത ചില വിഷയങ്ങളുമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടുത്തെ ആരാധനയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോയപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. വെറും സാങ്കല്പികമായ സമാധാനമല്ല, എൻ്റെ വിഷയത്തിന് ഞാൻ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തം പരമായി മറുപടി തരാൻ കഴിവുള്ള ദൈവം എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിട്ട് എന്നെ മറുപടി തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവം പ്രാപിച്ച ഈ സഭയിലുള്ള വിശ്വാസികൾ ഒരു സ്തോത്രം പറയാമോ? ഇന്ന് അതിഥികളായി വന്നിട്ടുള്ളവർ മനസ്സിലാക്കണം, ഇത്രയും പേര് വേദനയോടെ വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭാരത്തോടെ വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമാധാനമില്ലാതെ ഇവിടെ വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം അവരെ സഹായിച്ചു, ദൈവം അവരെ സഹായിച്ചു. അവർ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങത്തക്കവണ്ണം ദൈവം ബലപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് അതിഥികളായി വന്നിട്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയം എന്തായാലും, എത്ര വലിയ വിഷയമായാലും, പരിഹാരമില്ലെന്ന് തോന്നുന്ന വിഷയമായാലും, ഇന്ന് നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങണം. ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങത്തക്കവണ്ണം നമുക്ക് ദൈവത്തിന് സ്തോത്രം, ദൈവശബ്ദം കേട്ട് മടങ്ങിപ്പോകണം. പ്രൈസ് ഗോഡ്. ആമേൻ. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഗ്രഹിക്കുക, കേൾക്കുക, ഗ്രഹിക്കുക, ഏറ്റെടുക്കുക. പ്രൈസ് ഗോഡ്. ആ ശബ്ദത്തിൻ്റെ പുറത്ത്, ആലോചനയുടെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുക. 4-ാം സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഈ സങ്കീർത്തനത്തിനകത്ത് ജീവിതത്തിൽ മാനവരാശി മുഴുവൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്ന് ദാവീദ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ
ഹല്ലേലൂയ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ പ്രസംഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ദാവീദ്. കാരണം എന്തെന്നറിയാമോ? ദാവീദിൻ്റെ ഗോത്രത്തിൽ യേശു വന്നു, ഒരു കാരണം. പ്രൈസ് ഗോഡ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ യേശു ഇനിയും ഇരുന്ന് ഭരിക്കും, രണ്ടാമത്തെ കാരണം. പ്രൈസ് ഗോഡ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വേറൊരു കാരണമുണ്ട്. ദാവീദിനെ പോലെ പ്രൈസ് ഗോഡ് ജീവിതത്തിൽ ഇത്രയും കഷ്ടത്തിൽ കൂടെ കടന്നു പോയവരില്ല, ജനിച്ച നാൾ തൊട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഏതാണ്ട് ഹല്ലേലൂയ അല്പകാലങ്ങളെ ദാവീദിൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ദാവീദിന് സാധിച്ചിട്ടുള്ളൂ, കഷ്ടമില്ലാതെ ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെയും മധ്യേ ലോകപ്രകാരം സന്തോഷം കൊടുക്കാത്ത, ലോകപ്രകാരം സമാധാനം തരാത്ത ഒരു ലോകത്തിൽ, ഒരു സാഹചര്യത്തിൽ, ഒരു അനുഭവത്തിൽ കൂടെ ദാവീദ് പറഞ്ഞു, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്ന്, വായിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്ന്, പ്രസംഗിക്കപ്പെടുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനമാണ്. ആ 23-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയത് അങ്ങനെ തന്നെ അനുഭവത്തിലാക്കിക്കൊണ്ടാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ലെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തിച്ചേരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ നടത്തുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവം. എന്നെ പരിപാലിക്കുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവം. ശത്രുക്കൾ കാണുക എനിക്ക് മേശയൊരുക്കുന്നത് ആരാണ്? സ്വർഗത്തിലെ എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്. ഈ ഒരു കണ്ടീഷനിൽ ദാവീദ് എത്തിയതുപോലെ നമ്മൾ എത്തിച്ചേർന്നാൽ ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ 4-ാം സങ്കീർത്തനത്തിൻ്റെ അനുഭവം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിന് സ്തോത്രം. ഈ നീയല്ലോ യഹോവേ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രൈസ് ഗോഡ്. തുടർന്ന് നമ്മൾ ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഇതിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങത്തക്കവണ്ണമുള്ള ചിലത് പ്രാപിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. എന്ത് വിഷയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നാലും ഇന്നതിന് പരിഹാരം ഉണ്ടാകണം. ഈ ആരാധനയിൽ അതിന് പരിഹാരം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മുടെ വിഷയത്തെ ഒന്ന് നോക്കിയാൽ മതി, ഇവിടെ വച്ച് പ്രശ്നത്തിൻ്റെ ഗതി മാറും. പ്രൈസ് ഗോഡ്. അപ്പം പ്രാർത്ഥനയോടുകൂടി ഇന്ന് പകൽ കർത്താവേ നീ ഇറങ്ങി വന്ന് എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണമേ, എൻ്റെ പ്രശ്നത്തെ ഒന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥനയോടിരിക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഈ വിഷയം ഇച്ചിരി ആഴത്തിൽ പഠിക്കാനായിട്ട് ദൈവകൃപയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം അനുഭവമാകണമെങ്കിൽ 1-ാം വാക്യം നമ്മുടെ അനുഭവമാകണം. സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ, നിർഭയം വസിക്കണമെങ്കിൽ 1-ാം വാക്യം തൊട്ട് നമ്മുടെ അനുഭവമാണ്. വായിച്ചാട്ടെ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ അടിസ്ഥാനപരമായി ദൈവസന്നിധിയിൽ വന്നിട്ട് ഈ ഒരു മനോഭാവം നമ്മൾ കൈക്കൊള്ളണം. ഇന്നിവിടെ ആരാധനയ്ക്ക് വന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ വന്നിട്ട് ഈ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ മനോഭാവം ഇന്ന് കൈക്കൊള്ളാൻ സാധിക്കുമോ എന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മനസ്സിലാക്കി ചിന്തിച്ചത് ഏറ്റെടുത്താൽ ദൈവത്തിന്റെ സ്തോത്രം മാറ്റത്തോടെ മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. എന്താണ് ദാവീദിന്റെ പ്രാർത്ഥന എന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ഗോഡ്. വീണ്ടും പറയുന്നു, ആദ്യം പറയുന്നു, എൻ്റെ നീതിയായ ദൈവമേ എനിക്ക് ഉത്തരം അരുളണമേ. ദാവീദ് 2 കാര്യമാണ് ദൈവത്തോട് പറയുന്നത്. 1, എൻ്റെ പ്രാർത്ഥന കേൾക്കണം. 2, എനിക്ക് ഉത്തരം തരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെ തരണമെന്ന് നോക്കുമ്പോഴാണ് ആ വാക്യത്തിൻ്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ തരണം? ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം അരുളണമേ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം എനിക്ക് ഉത്തരം തരേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് വിശാലത വരുത്തിക്കൊണ്ട്, എൻ്റെ ഞെരുക്കം മാറ്റിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഞെരുക്കത്തോടെ വന്ന വല്ലവരും ഉണ്ടെങ്കിൽ ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു വിശാലത വേണം, എൻ്റെ ഞെരുക്കം മാറണം. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന്
ഉത്തരമരുളണമേ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ എൻ്റെ യേശു എനിക്ക് ഉത്തരം തരുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം പറയാം. എങ്ങനെ ഉത്തരം തരും? ഞെരുക്കം മാറ്റി ഉത്തരം തരും. എൻ്റെ ഞെരുക്കം മാറ്റി ഉത്തരം തരും. എനിക്ക് വിശാലത വരുത്തിക്കൊണ്ട് ഉത്തരം തരും. ഇന്ന് പകൽക്കാലം എവിടെ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നുവോ, എവിടെ ഞാൻ ഇടുങ്ങി കിടക്കുന്നുവോ, എവിടെ ഞാൻ കുടുങ്ങി കിടക്കുന്നുവോ, ആ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് വിശാലത തന്ന് എനിക്ക് ഉത്തരം തരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില വിശാലതകൾ ദൈവജനത്തിന് വേണ്ടി അയക്കണമേ. ഞെരുക്കങ്ങൾ മാറ്റുക മാത്രമല്ല, അവൻ ഞരക്കങ്ങൾ കേട്ട് വിടുവിക്കുന്ന ദൈവമേ, ഞെരുക്കം മാറ്റുക മാത്രമല്ല, ഇടുക്കം മാറ്റുക മാത്രമല്ല, ഒരു വിശാല വഴി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഞെരുക്കത്തിലിരിക്കുന്ന ജനത്തിന് ഒരു വിശാലത. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഇരുവശത്തുനിന്നും അങ്ങ് അടുത്തടുത്ത്, പ്രൈസ് ഗോഡ്, മുന്നോട്ട് ഇടത്തോട്ട് പോകാൻ വയ്യ, വലത്തോട്ട് പോകാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. ആകപ്പാടെ ചെയ്യാവുന്ന രണ്ട് കാര്യമുണ്ട്, മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട്, പ്രൈസ് ഗോഡ്. പക്ഷെ ചിലപ്പോൾ ഈ ഞെരുക്കം അങ്ങോട്ട് കൂടി രണ്ട് സൈഡിൽ നിന്ന് അടുത്തടുത്ത് നമ്മുടെ ഈ രണ്ട് വശത്തും അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പുറകോട്ടും പോകാൻ പറ്റത്തില്ല. ചില വിഷയങ്ങളിൽ നമ്മൾ അങ്ങനെ എത്തും. ചില വിഷയങ്ങളിൽ നമുക്ക് മുന്നോട്ടും പോകാൻ വയ്യ, പുറകോട്ടും പോകയ്യ. മലയാളത്തിൽ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടിട്ട് പോകാനും വയ്യ. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള അനുഭവത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ സങ്കീർത്തനം പറയുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് ഉത്തരം തരണമേ. എങ്ങനെ വേണം? ഈ ഞെരുക്കത്തിൽ നിന്ന് എനിക്കൊരു വിശാലത തരണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ സംഭവിക്കും? നിന്റെ ദൈവം നിന്നെ ഞെരുക്കത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത്, ദൈവത്തിന് സ്തോത്രം, ഒരു വിശാല സ്ഥലത്ത് കൊണ്ടുപോയി ആക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്ന് പകല് നമ്മുടെ പ്രാർത്ഥനയുടെ ആകത്തുക എന്തെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, കർത്താവേ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എനിക്കൊരു വിശാലത തരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട് ഈ ലോകത്തിൽ. സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, പ്രൈസ് ഗോഡ്. ആരോഗ്യത്തിലുള്ള ഞെരുക്കമുണ്ട്, സന്തോഷത്തിലുള്ള ഞെരുക്കമുണ്ട്, സമാധാനമില്ലായ്മയുടെ ഞെരുക്കമുണ്ട്. പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നമ്മളെ ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, സങ്കീർത്തനം പറയുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് എന്നെ വിശാല സ്ഥലത്താക്കണമേ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പം ഞെരുക്കം അനുഭവിക്കുന്ന ജനത്തിന് വിശാലത അനുഭവിക്കാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നാണ് ദൈവം വിടുവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ വിഷയത്തിന് മാറ്റം വരും? പ്രാർത്ഥിച്ചാൽ മാറ്റം വരും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചാൽ വിഷയങ്ങൾക്ക് മാറ്റം വരും. ഇത് മനസ്സിലാക്കിയിട്ട് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. നിന്റെ വീട്ടിൽ ശരിക്ക് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ആരാധനയ്ക്ക് വന്നാൽ ശരിക്കും പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. രാവിലെ എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഉച്ചയ്ക്ക് ഇത്തിരി പ്രാർത്ഥിക്കാൻ വെച്ചാൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എന്തറിയാം? പിശാചിനറിയാം, നീ മുട്ടുമടക്കിയാൽ നിന്റെ വിഷയത്തിന് മാറ്റം വരും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് അനുഭവമുള്ളവരോട് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ഇനിയും വിശ്വസിക്കുക ദൈവമക്കളെ, നീ മുട്ടുമടക്കിയാൽ ചില മാറ്റങ്ങൾ നടക്കും. പക്ഷെ പിശാച് എന്തെന്നറിയാമോ? നിന്നെ മുട്ടുകുത്താൻ സമ്മതിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. പകല് ഇച്ചിരി നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഉച്ചയ്ക്ക്, പ്രത്യേകിച്ച് സഹോദരിമാരോട് ഞാൻ പറയുക, ഉച്ചയ്ക്ക് ജോലിയെല്ലാം ഒന്ന് തീർത്ത് എല്ലാം ഭക്ഷണം എല്ലാം കൊടുത്ത ശേഷം ഒരു 2-2:30 ആകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇനി 4 മണി വരെ ഇച്ചിരി സമയമുണ്ടല്ലോ, പ്രാർത്ഥിക്കാനൊന്ന് ഇരുന്ന് നോക്കി, അപ്പ കോളിംഗ് ബെല്ലടിക്കും. അതുവരെ വരാത്ത ഒരാൾ അന്നേരം വീട്ടിൽ കയറി വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി രസമതല്ല, ഈ പുള്ളി എത്ര നേരം ഇരിക്കുന്നറിയാമോ? 4 മണി വരെ നീ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 4 മണി വരെ വീട്ടിൽ ഇരിക്കും, പോവുകയില്ല. ഇറക്കി വിട്ടാലും പോവുകയില്ല. പ്രൈസ് ഗോഡ്. എന്താ കാരണം എന്നറിയാമോ? നീ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച ആ നിമിഷത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, മുട്ടുമടക്കുമെന്ന് മനസ്സിലാക്കിയ പിശാച് നിന്റെ പ്രാർത്ഥന മുടക്കാൻ ആളെ വിട്ടതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന് അങ്ങനെ വന്ന് എന്ത് ചെയ്യണം? ഞാനൊരു പണി പറഞ്ഞുതരാം, പറ്റുമെങ്കിൽ ഒന്ന് നോക്ക്. എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ഗോഡ്. വരുന്ന ആളോട് എവിടെ നിന്ന് വരുന്നു? നമുക്കറിയാവുന്ന ആളായിരിക്കും. എന്താ വന്നേ? വിഷയമൊക്കെ ചോദിച്ചു. ചിലപ്പം കാശ് തന്നതായിരിക്കും, ചിലപ്പം എന്തെങ്കിലും സംസാരിക്കാൻ വന്നതായിരിക്കും. പ്രൈസ് ഗോഡ്.
അവരോട് ചോദിച്ച് പറഞ്ഞ് ഒരു കാര്യത്തിലേക്ക് അവരെത്തിക്കണം. എന്തെന്നറിയാമോ? നിങ്ങൾക്ക് ഉള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് പ്രാർത്ഥന. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, നിങ്ങൾ നല്ല നേരത്താണ് നിങ്ങൾ വന്നത്, നല്ല സമയത്താണ് നിങ്ങൾ വന്നത്. എന്തുവാ, ഞാനിച്ചിരി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രൈസ് ഗോഡ്. വാ ഇരിക്കും. പ്രൈസ് ഗോഡ്. അവരെ വിളിച്ച് അടുത്ത് ഇരുത്തിയിട്ട് ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ തലയെ കൈവച്ച് അവരുടെ ഉള്ള പിശാചിനെ, പാരമ്പര്യ പൗരോഹിത്യ ബന്ധങ്ങളെ ശാസിച്ച ശേഷം അവരുമായിട്ട് സുവിശേഷം ഇച്ചിരി നേരം ഒന്ന് പങ്കുവച്ചിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 1 മണിക്കൂർ അവരുമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, നീയും രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു മനസ്സുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാർത്ഥനയിൽ കൂടെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ആ ശീലം പലർക്കും കുറവാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ചിലരോർത്ത് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാമോ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഭാഗ്യവാന്മാരാകട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, ലോകത്തുള്ള സകല വിഷയവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തീരും, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീരും. പിന്നെ എന്തോ പ്രാർത്ഥിക്കാനാ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, എങ്ങനെ അത് സാധിക്കുമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ദൈവം അനുവദിച്ചാൽ അവൻ ആ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം ഒന്ന് ഒരു ക്ലാസ് എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇവിടെ 100 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ഈ പള്ളി തുറന്നിട്ടേക്കുക. 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. പ്രൈസ് ഗോഡ്. എത്ര പേര് വന്ന് പ്രാർത്ഥിച്ചെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥന കൊണ്ട് എൻ്റെ വിഷയം പരിഹരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും? അപ്പം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ഞെരുക്കം മാറാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ്. വിശാലത വരുത്തി കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ഗോഡ്. ഇനി ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 138 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥിക്കുന്നവർക്കുള്ള ധൈര്യം, പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഉറപ്പ് ഒരു സാധാരണ മനുഷ്യന് കിട്ടത്തില്ല. പ്രൈസ് ഗോഡ്. കാരണം അവൻ ഒരു കാര്യം ഉറപ്പാണ്, എത്ര വലിയ വിഷയമായാലും എൻ്റെ ദൈവസന്നിധി ഞാൻ കൊണ്ടുചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വിഷയത്തിന് അവിടെ ശമനമുണ്ടാകും. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് രാവിലെ CB എനിക്ക് ഫോൺ ചെയ്തു. കാരവൻ്റെ പ്രോഗ്രാം ഹൈറേഞ്ചിൽ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 2 ദിവസം നടന്നു. ആദ്യത്തെ ദിവസം അവിടെ പ്രോഗ്രാം നടക്കുമ്പം ചിലർ വന്നിട്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നാളെ ഈ പരിപാടി നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഇന്നലെ തുടങ്ങുന്നതിന് മുമ്പ് മൈക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ വന്നിട്ട് പറഞ്ഞു, എന്നാ ഭാവം, നടക്കത്തില്ല, പരിപാടി നടക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവരോട് ഒന്നും പറയാൻ പോയില്ല, ഒരു വാക്ക് അവരോട് പറയാൻ പോയില്ല. CB എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ആ മാറി നിന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ മനുഷ്യരോട് മറുപടി പറയാൻ പോകണ്ട, പറയേണ്ടടുത്ത് പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സംഭവിച്ചെന്ന് പറയാം, ഈ എതിർപ്പ് പറഞ്ഞവർ പിന്നത്തേതിൽ അവിടെ വന്നിരുന്ന് അവസാനം വരെ കേട്ടത് മാത്രമല്ല, അവസാനം അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെഴുന്നേറ്റ് പോയത്. പ്രൈസ് ഗോഡ്. നിനക്കെതിരായി വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നീ അവരെ കൈകാര്യം ചെയ്യാൻ നോക്കണ്ട, നീ അവരോട് സംസാരിക്കാൻ പോകണ്ട, അവരോട് ഇടപാട് പറയാൻ പോകണ്ട, അവരോട് കോംപ്രമൈസിന് പോകണ്ട, അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകണ്ട. നിനക്ക് പറയാനൊരു ഇടമുണ്ട്, അവിടെ മുട്ടുകുത്ത്. അവരെ മുട്ടുകുത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം
ദൈവം മതിയായവനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം മുട്ടുകുത്തത്തില്ല എന്ന് പറയുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പൈതലേ, നീ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ശത്രു നിന്റെ മുമ്പിൽ മുട്ടുകുത്തും. ഇത് ദൈവത്തിന്റെ പരിപാടിയാണ്. ഇന്ന് പകല് ഹല്ലേലൂയ, അടങ്ങാത്ത വിഷയങ്ങൾ, ഒതുങ്ങാത്ത വിഷയങ്ങൾ, നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ, നിന്റെ കഴിവ് കൊണ്ട് നടക്കാത്ത വിഷയങ്ങൾ, നിന്റെ പണം കൊണ്ട് നടക്കാത്ത വിഷയങ്ങൾ, നിന്നെ കൊണ്ട് സാധിക്കാത്ത വിഷയങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ നിനക്കൊരു മറുപടി കിട്ടാൻ ഒരൊറ്റ പരിപാടി സാധിക്കണം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ. കർത്താവ്, ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ വെച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ, ഞങ്ങളുടെ ദുഃഖം വേറെ ആരോടും പറയാതെ ദൈവത്തോട് പറയുവാൻ, യേശുവിനോട് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ടൊരു ഭക്തൻ, ദൈവത്തിന് സ്തോത്രം, എന്തു വന്നാലും കുലുങ്ങാതെ നിൽക്കുന്നൊരു സ്വഭാവമുള്ളൊരു ഭക്തൻ, അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, പ്രൈസ് ഗോഡ്, എനിക്കൊരു ഹോട്ട് ലൈൻ നമ്പറുണ്ട്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ പുള്ളിയെ വിളിക്കും. ആ ഒരൊറ്റ ഫോൺ കോളിൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം വരും. പിന്നെ എനിക്ക് ധൈര്യമാണെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. മറ്റേ ആൾ ചോദിച്ചു, ആ നമ്പർ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ വിളിക്കാൻ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ നമ്പർ ഞാൻ തരാം. യെരമ്യാവ് 33:3. യെരമ്യാവ് 33:3 ഒന്ന് വായിച്ചു നോക്കി. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിങ്ങൾ ഓർത്തിരുന്ന 333 ഇതാണ് ഹോട്ട് ലൈൻ നമ്പർ, ഒരു ഭക്തന്റെ ഹോട്ട് ലൈൻ നമ്പർ. അതിൽ എഴുതിയിരിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. കട്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ആരും നിനക്കില്ലെന്ന് തോന്നുമ്പോൾ, നീ ഏകനാണെന്ന് തോന്നുമ്പോൾ, ഏകയാണെന്ന് തോന്നുമ്പോൾ, ഒരു കാര്യം മറക്കല്ലേ, 333 ഡയൽ ചെയ്യ്. യെരമ്യാവ് 333 ഡയൽ ചെയ്യ്. അവനെ വിളിച്ചപേക്ഷിക്ക്, അവൻ നിനക്ക് ഉത്തരമരുളും. അവന് ഉത്തരമരളിയാത്ത ഗുണമെന്നറിയാമോ? ഇന്നത്തെ സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ ഉത്തരമരുളുമ്പോൾ നിന്റെ ഞെരുക്കത്തിൽ നിന്ന് നീ സെക്കൻഡ് കൊണ്ട് വിശാലതയിലേക്ക് കടക്കും. ഇന്ന് പകൽക്കാലം ഞെരുക്കങ്ങൾ മാറ്റുന്ന ദൈവകൃപയുടെ വ്യാപാരം പ്രാർത്ഥിച്ചു മേടിക്കുവാൻ എന്നെയും നിന്നെയും അധികാരപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ജീസസ്, ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി സെക്കൻഡ് കൊണ്ട് ലഭിക്കുന്ന അത്രയും സന്തോഷം വേറെ വല്ലതും ഉണ്ടോ? ലോട്ടറി അടിക്കുന്നതിനേക്കാൾ സന്തോഷമല്ലേ അത്? പ്രൈസ് ഗോഡ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആമേൻ പറയുമ്പോൾ ആ സെക്കൻഡിൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി വരുന്നത് പോലെ സന്തോഷം വേറെ ഒന്നുമില്ല. നിങ്ങൾ എത്ര പേർക്ക് ഒരു വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കാനിരുന്നിട്ട് ആമേൻ പറയുമ്പോൾ മറുപടി കിട്ടിയിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് സങ്കല്പമല്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കും, എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ കിട്ടിയെന്നങ്ങ് വിശ്വസിക്കും, കിട്ടുകയും ചെയ്യും. ദൈവവചനമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ഒരു സാങ്കല്പിക ലോകത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ചിലത് പ്രാപിക്കാൻ സമ്മതിച്ചു. പക്ഷേ ഞാനൊരു വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പം മറുപടി വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഭാഗ്യവാന്മാരല്ലേ. അങ്ങനെയുള്ള അനുഭവം ഒത്തിരി ഞാൻ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ള പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒത്തിരി സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് പ്രൈസ് ഗോഡ് ഒരെണ്ണം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയും. എത്ര പ്രാവശ്യം പറഞ്ഞാലും ദൈവം എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങളെയും വർണ്ണിച്ചാലും മതി വരത്തില്ല. വല്ലവരുടെ അനുഭവങ്ങളെക്കാൾ അവനവൻ അനുഭവം ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം എന്നറിയാം ജീവിതം. നിങ്ങൾക്ക് വല്ലവരുടെ അനുഭവം കൊണ്ടല്ല, സ്വന്തം അനുഭവം കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ഈ ദൈവത്തെക്കുറിച്ച് സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടാകണം. ഈ ദൈവത്തെക്കുറിച്ച് പ്രൈസ് ഗോഡ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഇവനെങ്ങനെ സഹായിച്ചുവെന്ന് സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് 333 ഡയൽ ചെയ്താൽ, യെരമ്യാ 333 ഡയൽ ചെയ്താൽ നമ്മുടെ ആവശ്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി. സ്വിച്ച് ഇട്ട പോലെ മറുപടി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ റഷ്യയിൽ പോയപ്പോൾ പ്രൈസ് ഗോഡ്, കഴിഞ്ഞ വർഷം നമ്മൾ നേവി ഉദ്ഘാടനം ചെയ്ത ആ സബ്മറൈൻ്റെ പ്രോജക്റ്റിനോടനുബന്ധിച്ച് ഞാൻ റഷ്യയിൽ ചെന്നപ്പം പ്രൈസ് ഗോഡ് ഞങ്ങൾ മോസ്കോ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അതിൻ്റെ തലേ ദിവസമാണ് ദൈവത്തിന് സ്തോത്രം പ്രൈസ് അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്ലെയിൻ
ഒരു കൊറിയൻ വിമാനം തെറ്റി ഒരു യാത്രാ വിമാനം താലിബാൻകാർ വെടിവെച്ചിട്ടു. അതിലുള്ള എല്ലാവരും മരിച്ചു. പ്രൈസ് ഗോഡ്. അന്ന് ഞങ്ങളുടെ വിമാനം രാത്രി 11 മണിക്ക് അഫ്ഗാനിസ്ഥാന് മേളിൽ കൂടെ പറന്ന് ഡൽഹിയിൽ വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തോ വിമാനത്തിൻ്റെ പൈലറ്റ് അന്ന് പറഞ്ഞു, വിമാനം ഇന്ന് രാത്രി അഫ്ഗാനിസ്ഥാൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇന്നലെയാണ് അവിടെ ഒരു ഫ്ലൈറ്റ് വെടിവെച്ചിട്ടത്. പ്രൈസ് ഗോഡ്. സംഗതി നേരാണെന്ന് വിചാരിച്ച്, പ്രൈസ് ഗോഡ്, അത് ന്യായമാണെന്ന് മനസ്സിലാക്കി അധികൃതർ സമ്മതിച്ചു, അധികാരികൾ സമ്മതിച്ചു. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് വന്നു, നിങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ലഗേജ് തിരിച്ചെടുക്ക്, നിങ്ങൾക്ക് ലുഫ്താൻസ എയർലൈൻസിൻ്റെ വേറൊരു വിമാനത്തിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. അവിടെ നിന്ന് നിങ്ങളെ ഫ്രാങ്ക്ഫർട്ടിൽ കൊണ്ടുപോയി, ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ കൊണ്ടുപോയി എയർലൈൻസിൻ്റെ ചെലവിൽ അവിടെ താമസിപ്പിച്ച് പിറ്റേ ദിവസം നിങ്ങളെ പകല് പറക്കുന്ന വിമാനത്തിൽ ഡൽഹിയിലെത്തിക്കും. അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ എൻ്റെ കൂടെ 3-4 പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം ഒരു ദിവസം കൂടെ ജർമ്മനിയിൽ സർക്കാർ എയർലൈൻസിൻ്റെ ചെലവിൽ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ അവർക്കൊക്കെ വലിയ സന്തോഷമായി. പ്രൈസ് ഗോഡ്. പക്ഷേ എനിക്കൊട്ടും സന്തോഷമായില്ല. കാരണം താമസ സൗകര്യത്തിൻ്റെ പ്രശ്നമല്ല, ഒന്നുമല്ല. എൻ്റെ പ്രശ്നം അന്ന് അവിടെ നിന്ന് പോന്നില്ലെങ്കിൽ ഞായറാഴ്ച എനിക്ക് ആരാധന മുടങ്ങും. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ഡയറക്ടർ അടക്കമുള്ളവരോട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, എനിക്ക് പോയേ പറ്റൂ. അവരെന്നോട് ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, പ്രൈസ് ഗോഡ്, എങ്ങനെ പോകുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ തോന്നും. ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ഒരു തൻ്റെ ഇടം അങ്ങോട്ട് വരും. നിൻ്റെ ദൈവത്തെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ ചില തൻ്റെ ഇടമുള്ള വാക്കുകൾ പറയാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ ഫ്ലൈറ്റ് തന്നെ പോകും, നിങ്ങൾക്കും പോരാം എൻ്റെ കൂടെ. പ്രൈസ് ഗോഡ്. നടക്കത്തില്ല. ഞാൻ അവിടെ നിന്ന്, പ്രൈസ് ഗോഡ്, അവരെ ചലഞ്ച് ചെയ്ത ശേഷം അവിടെ നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. സദൃശവാക്യത്തിൽ നിന്നൊരു വാക്യം ഇപ്രകാരം പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്കറിയാം, ദൈവത്തിന് സ്തോത്രം, എയറോഫ്ലോട്ട്, റഷ്യൻ എയർലൈൻസ് എയറോഫ്ലോട്ടിൻ്റെ പൈലറ്റ് നിരീശ്വരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം. പക്ഷേ അവൻ്റെ ഹൃദയവും മനഞ്ഞ ഒരു ദൈവം ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. മനുഷ്യനെ കൊണ്ട് വല്ല കാര്യവും സാധിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവനെ പറഞ്ഞ് സോപ്പിട്ട് നിങ്ങളുടെ വശത്താക്കാൻ പോകണ്ട. എന്തിനാ സോപ്പിടുന്നത്? എന്തിനാ മണിയടിക്കാൻ പോകുന്നത്? നമുക്ക് അനുകൂലമായിട്ട് അവനെ ഒന്ന് മാറ്റി കിട്ടാനാ. നിങ്ങൾ അവനെ, പ്രൈസ് ഗോഡ്, സോപ്പിട്ട് മണിയടിക്കാൻ പോകുന്നതിന് പകരം ദൈവത്തെ സോപ്പിടുക, കാര്യം നടക്കും. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, അവൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ വാക്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ അരുളപ്പാടുണ്ടായി. പ്രൈസ്. സ്വർഗത്തിലെ ദൈവം അരുളിച്ചത് അനുസരിച്ച് അവന്, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അവിടുത്തെ പബ്ലിക് സിസ്റ്റത്തിൽ കൂടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ഇങ്ങനെയാണ്, ദ പൈലറ്റ് എഗ്രീഡ്. ലഗേജ് തിരിച്ചെടുക്കേണ്ടി വന്നില്ല. അതേ ഫ്ലൈറ്റ് ഞാനിവിടെ എത്തി. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ ഡയറക്ടറോട് പറയും, എൻ്റെ കൊളീഗ്സിനോട് പറയും, പ്രൈസ് ഗോഡ്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. ഇന്ന് പകൽക്കാലം, പ്രൈസ് ഗോഡ്, എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അത് ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് കാണിക്കാൻ, നീ പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്ന് കാണിക്കാൻ, ആ വിശ്വാസത്തോടെ മറ്റ് അനേക സന്ദർഭങ്ങളെ വെല്ലുവിളിക്കുവാൻ. സാഹചര്യങ്ങൾ നിനക്കെതിരാകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സംഭവങ്ങൾ നിനക്ക് പ്രതികൂലമാകുമ്പോൾ, മനുഷ്യർ നിനക്ക് എതിരാകുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും ദൈവത്തെ അനുസരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മുന്നോട്ട് പോകാം. ദൈവത്തിന് പ്രകൃതി അനുസരിച്ചത് ഈ ഇരിക്കുന്ന പാസ്റ്റർ ബാബു ജോൺ, ബാബുച്ചാൻ്റെ വീടിൻ്റെ അവൻ 2ാം നിലയുടെ വാർക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ്ലി സ്ലാൻഡ് റൂഫാണ്. അത് ഡിസൈൻ ചെയ്തതും അത് പണിയിപ്പിച്ചത് ഞാനാണ്. ഇത് സ്തോത്രം. ഹല്ലേലൂയ. ആ വീടിൻ്റെ വാർക്കയുടെ സമയത്ത് 260 ബാഗ് സിമെൻറ്റ് വേണം.
എല്ലാം സിമെൻറ്റാണ് മേടിച്ച് വെച്ചേക്കുന്നത്. വെള്ളമൊന്ന് എഴുതി കാണിച്ചാൽ മതി, കട്ടയാവും. പ്രൈസ് ഗോഡ്. അത് 260 ബാഗിന് 300 ചാക്ക് സിമെൻറ്റ് കൊണ്ടുവന്ന് ഇറക്കാൻ തുടങ്ങിയപ്പോൾ ആകാശം കറുത്തിരളാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. അവിടെ ഇരിക്കുന്ന എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന പണിക്കാരടക്കം എല്ലാവരും ചോദിച്ചു, സിമെൻറ്റ് ഇറക്കണോ? എനിക്ക് ശനിയാഴ്ച ഒരു ദിവസമേ അവധിയുള്ളൂ. ശനി ഞായർ ഹോളിഡേയാണ്. ശനിയാഴ്ച ഒരൊറ്റ ദിവസമേ അവധിയുള്ളൂ. അന്ന് വാർക്ക നടന്നില്ലെങ്കിൽ പിന്നെ പിറ്റേ ശനിയാഴ്ച പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഇന്ന് വാർക്കൽ നടക്കും, സിമെൻറ്റ് ഇറക്കാൻ പറഞ്ഞു. പ്രൈസ്. 300 ചാക്ക് സിമെൻറ്റ് ബാബുച്ചാൻ്റെ മുറ്റത്ത് അട്ടിയിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തുള്ളി തുള്ളിയായി വീഴാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും പരിഭ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളൊന്നും പേടിക്കണ്ട, പണി തുടങ്ങാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എരച്ച് പൊളിച്ച് മഴ ഇങ്ങോട്ട് വരിക. ബാബുച്ചാൻ നിങ്ങൾ ചോദിച്ചു നോക്കും. ബാബുച്ചാൻ്റെ വീടിൻ്റെ തൊട്ട് തെക്കേ വീട്ടിൽ, വടക്കേ വീട്ടിൽ, പടിഞ്ഞാറേ പറമ്പിൽ, കിഴക്കേ പറമ്പിൽ തകർത്ത് മഴ പെയ്യുക. പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഒരു ഹോൾ ഇട്ട പോലെ പെയ്തില്ല, ഒരു തുള്ളി വെള്ളം വീണില്ല. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഞാനും നീയും കട്ടത്തിലാകുമ്പോൾ, ഞാനും നീയും തകർന്നെന്ന് തോന്നുമ്പോൾ, ഞാനും നീയും നശിച്ചെന്ന് തോന്നുമ്പോൾ, നിനക്ക് നഷ്ടം വരാൻ സമ്മതിക്കാത്തൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. വിശ്വസിക്കാം ദൈവമക്കളെ, നിനക്ക് വിശ്വസിക്കാം. നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ ഉത്തരവരുളും. ആമേൻ. ഞാൻ പറഞ്ഞത് ഒട്ടും അതിശയത്തില്ല. ബാബുച്ചാൻ്റെ ചോദിച്ചു, ഇപ്പോഴും ആ തെങ്ങുണ്ടോ? അല്ലേ, ആ തെങ്ങുണ്ടോ? ബാബുച്ചാൻ്റെ തെക്കേ പറമ്പിലൊരു നിൽക്കുന്നൊരു തെങ്ങ്, അതിൻ്റെ ഓലമടൽ നിൽക്കുന്നത് ഈ കിടക്കുന്ന ഈ പറമ്പിലേക്കാണ്. ആ ഓലമടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുക. അപ്പുറത്ത് മഴ പെയ്തിട്ട് ആ തെങ്ങിൻ്റെ ഓലമടലിൽ കൂടെ, ഓലയിൽ കൂടെയുള്ള വെള്ളം ഇങ്ങോട്ട് നന്നായിട്ട് വീണുകൊണ്ടിരിക്കുക. പക്ഷെ വാർക്കുന്ന ആ പ്രദേശത്ത് മാത്രം മഴയില്ല. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമല്ലേ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലേ? പേടിക്കല്ലേ, പേടിക്കല്ലേ. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവസന്നിധിയിൽ മുട്ടുകുത്ത്. ഇന്ന് പകൽക്കാലം തീരുമാനിക്ക്, ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച് എൻ്റെ വിഷയങ്ങൾ നടത്തും. അമ്പല ബൗഡക ജരവല ഹത്തൽ കൗഡ. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ കാര്യം കാണും, യേശുവിൽ നിന്ന് ഞാൻ കാര്യം കാണും. എനിക്കെന്റെ യേശു മതി. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. ഹല്ലേലൂയ. യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്നുള്ള പാട്ട് അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? ആ വരിയിൽ 2 സത്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രസംഗം വേണ്ട, നിങ്ങൾക്ക് ധൈര്യത്തോടെ കടന്നു പോകാം. യേശുവൻ സ്വന്തം ഹല്ലേലൂയയുടെ ലാസ്റ്റ് സ്റ്റാൻസ. യേശുവൻ സ്വന്തം ഹല്ലേലൂയ. ഞാൻ നിൻ സമ്പാദ്യം എൻ രക്ഷക, നീ എൻ കർത്താവും സ്നേഹിതനും ദാതാവും സകലവും. യേശു എനിക്ക് സകലത്തിലും സകലതാണ്. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എനിക്ക് ദാതാവാണ്, ഞാൻ അവൻ്റെ സമ്പാദ്യമാണ്. യേശു താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവ പൈതലേ, നീ അവൻ്റെ വകയാണ്, നീ അവൻ്റെ വകയാണ്. നിന്റെ വില നോക്കല്ലേ, നീ ആരാണെന്ന് ചിന്തിക്കല്ലേ, നീ യേശുവിൻ്റെ വകയാണ്. യേശു എൻ സ്വന്തം ഹല്ലേലൂയ, ഞാൻ നിൻ സമ്പാദ്യം എൻ രക്ഷക. യേശു എൻ സ്വന്തം ഹല്ലേലൂയ, ഞാൻ നിൻ സമ്പാദ്യം എൻ രക്ഷക, നീ എൻ കർത്താവും സ്നേഹിതനും സകലവും. യേശു എൻ സ്വന്തം ഹല്ലേലൂയ, ഞാൻ നിൻ സമ്പാദ്യം എൻ രക്ഷക, നീ എൻ കർത്താവും സ്നേഹിതനും ആത്മദാതാവും സകലവും.
എനിക്ക് സ്വന്തമാണ്. മാത്രമല്ല, ഞാൻ നിന്റെ വകയും നീ എൻ്റെ വകയും. ഈ ഒരു ബന്ധമുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ നിന്റെ, നീ എൻ്റെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാൻ നിന്റെ, നീ എൻ്റെ, ഇത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഈ ലോകത്തിൽ ആർക്കാണെന്നറിയാമോ? മക്കൾക്ക് പറയാൻ പറ്റുകയില്ല. പ്രൈസ് ഗോഡ്. കാരണം ഈ മിക്ക വീട്ടിലും ഒന്നിലധികം പിള്ളേരുള്ള വീട്ടിൽ ഇടി നടക്കുന്നൊരു വിഷയമാണ്. ഒരുത്തൻ കയറി ചോദിക്കും, അപ്പൻ എൻ്റെ എന്ന് പറയും, അമ്മ എൻ്റെ എന്ന് പറയും. മറ്റവൻ വിടുവോ? അവൻ പറയും, ഇല്ലടാ എൻ്റെ ആന്ന് പറയും. രണ്ടും കൂടെ ഇടിയാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പനും മക്കളും തമ്മിൽ അത് പറയാൻ പറ്റത്തില്ല. സഹോദരങ്ങൾ തമ്മിൽ പറയാൻ പറ്റത്തില്ല. കൂട്ടുകാർ തമ്മിൽ പറയാൻ പറ്റത്തില്ല. പ്രൈസ്, പല കൂട്ടുകാർ കാണും. പക്ഷെ പറയാൻ പറ്റുന്നൊരു ബന്ധം ഈ ലോകത്തുണ്ട്. അത് ഏതാണെന്നറിയാമോ? ഭാര്യയും ഭർത്താവും. ഭർത്താവിന് പറയാം, ഭാര്യയോട് പറയാം, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. ഭാര്യയ്ക്ക് പറയാം ഭർത്താവിനോട്, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. അതുപോലൊരു ബന്ധമാണ് യേശുവുമായിട്ടുള്ളതെന്നാണ് ദൈവവചനം പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇതൊരു മർമ്മം. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവുമായിട്ട് ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്തൊരു ബന്ധം എനിക്കുണ്ടെന്ന് ദൈവവൈതലേ നിനക്ക് പറയാൻ അവകാശമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ അടുത്തിരിക്കുന്ന, ഇടത്തിരിക്കുന്ന, വലത്തിരിക്കുന്ന, മുമ്പിലിരിക്കുന്ന, പുറകിലിരിക്കുന്ന മറ്റാരുമായിട്ടും ഉള്ളതിനേക്കാൾ ഒരു വലിയ ബന്ധം എൻ്റെ യേശുവുമായിട്ട് എനിക്കുണ്ട്. വിശ്വസിക്കാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? ഇത് നിലനിൽക്കുന്ന ബന്ധമാണ്. ഇത് നിലനിൽക്കുന്ന ബന്ധമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിഴലാണ് വിവാഹം. അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് വചനം പറയുന്നത്. എന്തെല്ലാം കാരണത്താലും വേണ്ടി പരസംഗ നിമിത്തമല്ലാതെ ഒരു ഡൈവോഴ്സ് ദൈവവചനം അനുവദിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഭാര്യയെയും, ഭാര്യയെ ഉപേക്ഷിക്കാൻ ഭർത്താവിനെയും ദൈവം അനുവദിക്കുന്നില്ല. ലോകത്തിൻ്റെ കോടതി ചിലപ്പോൾ നിനക്ക് മറുപടി തരും, നിനക്ക് പ്രൈസ് വിധി തരും. പക്ഷേ സ്വർഗത്തിലെ കോടതി തരത്തില്ല. ഹല്ലേലൂയ. ഞാനത് പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം തിരുവല്ല കുടുംബ കോടതിയിൽ നിന്ന് പോകാനിടയായി. ഏതാണ്ട് 300-ലധികം ആളുകൾ, ചെറുപ്പക്കാരികളും അവിടെ വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്ഥലത്തിൻ്റെ കേസല്ല, ചെക്ക് കേസല്ല, കുത്തുകേസല്ല, വെട്ടുകേസല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയാനുള്ള കേസ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഇന്ന് പിശാചിനെ ആരാധിക്കുന്ന സഭകൾ, അവരുടെ മെയിൻ പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാമോ? കുടുംബ ബന്ധങ്ങളെ തകർക്കുക. അതിനേക്കാൾ ഉപരി ക്രിസ്തീയ കുടുംബ ബന്ധങ്ങളെ തകർക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബ ബന്ധം തകരത്തക്കവണ്ണം ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഇവരുടെ ആരാധനയുടെ ശക്തി വ്യാപരിക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കുകയാണ്. സാത്താന്യ ആരാധനകളുടെ ശക്തി വ്യാപരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പൈശാചികമായ ശക്തിയാണ് നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി പ്രൈസ് ഗോഡ് എന്ത് ചെയ്യണമെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിന്മേൽ ജയമെടുക്കുന്നെന്ന് പറഞ്ഞ് അത്ഭുതത്തിൻ്റെ ദൈവത്തെ, വിടുവിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നീ ജയമെടുത്തോ. അല്ലെങ്കിൽ ശത്രു നിന്റെ കുടുംബം തകർക്കാൻ ഇടയുണ്ട്, നിന്റെ ജീവിതം തകർക്കാൻ ഇടയുണ്ട്. പ്രൈസ് ഗോഡ്. എന്ത് വില കൊടുത്തും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു തൻ്റെ സകൃതം കൊടുത്ത് സഭയെ സ്നേഹിച്ചു, അതുപോലെ സഭ തിരിച്ചു സ്നേഹിക്കണം. പ്രൈസ് ഗോഡ്. എന്ത് വില കൊടുത്താലും വേണ്ടുകയില്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ഒരു വിഷയം കടന്നു വരാൻ സമ്മതിക്കരുത്, ഒരു പോരാട്ടം കടന്നു വരാൻ സമ്മതിക്കരുത്, അതിനെ നിഷ്ഫലമാക്കത്തക്കവണ്ണം ഒരു പ്രശ്നവും വരാൻ സമ്മതിക്കരുത്. അഥവാ എന്തെങ്കിലും കടന്നു വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ആരാധിച്ച്, പ്രാർത്ഥിച്ച്, ഉപവസിച്ച് ജയമെടുത്തോണം. പ്രൈസ് ഗോഡ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവവുമായിട്ടൊരു ബന്ധം, വ്യക്തിപരമായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ വിളിക്കും, എൻ്റെ പ്രിയൻ വിളി കേൾക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. പ്രൈസ് ഗോഡ്. ഈ ഒരു ബന്ധത്തിലാണ് ദൈവം ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കുടുംബ ബന്ധത്തിലും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം
യേശുവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ മറ്റുള്ളവർ അത്ഭുതപ്പെടത്തക്കവണ്ണം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ മറുപടി തരണം. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മളെ വെല്ലുവിളിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ മനുഷ്യരാകാം, ഒരുപക്ഷെ പ്രകൃതിയാകാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്നൊരു മനുഷ്യൻ പറഞ്ഞപ്പം ഈ സൂര്യൻ നിന്നതാണ്, ഈ ചന്ദ്രന് നിന്നതാണ്. അങ്ങനെയാണെങ്കിൽ നീ ഞാനും കൽപ്പിച്ചാൽ, നീയും ഞാനും പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ ഓട്ടം നിർത്തും, ചില കറക്കം നിൽക്കും. യേശുവിന്റെ നാമത്തിൽ ചില കറക്കങ്ങൾ നിൽക്കണം, ഓട്ടങ്ങൾ നിൽക്കണം. നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന അത് നിർത്തും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, പ്രകൃതിയെ ഞങ്ങൾ അനുകൂലമാക്കി തരുന്ന ദൈവകൃപ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കണമേ. ഉടവല ഹത്തുല ജമന ദലബല ഹത്തൽ ഖൗഡ. ആമേൻ. പ്രൈസ് ഗോഡ്. ഉറബല റജഡംബ റൗദ റഖദീന ജബല. ദൈവത്തിലെ നിനക്ക് കഴിയും, നിനക്ക് കഴിയും, നിന്നെ കൊണ്ട് കഴിയും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ കൊണ്ട് സാധിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ സന്നിധി ഞാൻ മുട്ടുകുത്തിയാൽ 24 മണിക്കൂറിനകം റിസൾട്ട് കിട്ടുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തിയാൽ 24 മണിക്കൂറിനകം സ്വർഗം എനിക്ക് വേണ്ടി ചലിക്കും, ദൈവകരം എനിക്ക് വേണ്ടി ചലിക്കും. ഉത്തരവ് പുറപ്പെടും, മറുപടി പുറപ്പെടും. എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ കാണും, എൻ്റെ പ്രശ്നത്തിന്റെ പരിഹാരം കാണും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇവിടെ വന്ന പ്രശ്നങ്ങളുമായി വന്നിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ നിമിഷത്തിൽ കർത്താവേ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ദൈവമുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. അവരാ കരകര ദൗഡ ഹൃദല ഹത്തല ബൗഡ അന്ത രകന ജലബല ജലകല ഹർദല ബൗഡ അർദൽ ബൗഡ ശകലക ജഗല അന്തന ജവന ജലബല ഹർദല അസ്ത ബൗഡ ദൗഡക ജഗന അന്തന ജവന തലബല ഹത്ത അസ്തുന ജവന ജലകല ഹർദ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉത്തരം വരട്ടെ, മറുപടി വരട്ടെ, മറുപടി വരട്ടെ, മറുപടികൾ പുറപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എത്രയും വേഗം കുടുംബസമാധാനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ വീടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മളൊരു ഉപവാസം ഇരുന്നേ പറ്റൂ. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുക്ക് ഇവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ട് 75% ആളുകളും എന്നോട് യോജിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഹോളിഡേ ഉടനെ കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സ്മിജു എന്നോട് വിളിച്ച് പറഞ്ഞു, നാളെ ഈ അടുത്ത ആഴ്ച പിള്ളേരുടെ എല്ലാം പരീക്ഷ തുടങ്ങുക അല്ലേ, മിക്കവരുടെ അല്ലേ? എത്ര പിള്ളേരുടെ പരീക്ഷ തുടങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച? മാർച്ചിൽ പരീക്ഷ തുടങ്ങുന്ന എത്ര പേരുണ്ട് ഇവിടെ അതിനകത്ത്? മാർച്ചിൽ പരീക്ഷ, അവരുടെയൊക്കെ പരീക്ഷ തുടങ്ങുക. അപ്പോൾ അതിന് മുമ്പ് ഇവരുടെ വിഷയം നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? സ്മിജു എന്നോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഇവരുടെ വിഷയം മാത്രമല്ല, കുടുംബത്തിൻ്റെ മൊത്തം വിഷയം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നമ്മൾ പ്രൈസ് ഗോഡ്, സൂര്യ നിൽക്കവിടെ, ചന്ദ്ര അവിടെ നിൽക്ക്. ചരിത്രം, സയൻസ് പറയുന്നത് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുക, ചന്ദ്രനും കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ കറങ്ങുന്നതിൻ്റെ ഇടയിൽ കൂടെ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ കറക്കവും അപ്പം നിന്നു. നമ്മളെ കറക്കുന്ന വിഷയങ്ങൾ അവിടെ നിൽക്കണം. ഈ ഉപവാസം കഴിയുമ്പം, ഈ പ്രാർത്ഥന കഴിയുമ്പം നിന്നെയും എന്നെയും കറക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ, അത് കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിലും, അത് കുടുംബ വിഷയമാണെങ്കിലും, അത് നമ്മുടെ സമാധാനം കിട്ടുന്ന വിഷയമാണെങ്കിലും, പ്രൈസ് ഗോഡ്, അവിടെ നിൽക്കണം. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഈ ഒരു വിഷയത്തിന് വേണ്ടി അങ്ങ് ആക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വരുമോ? വരുമല്ലോ അല്ലേ? സന്തോഷമായിട്ടിരുന്ന് വീട്ടിലിരുന്നാൽ പോരാ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം. ഈ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറം നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ വരികയാണ്, ഒരൊറ്റ എണ്ണം പോലും തോക്കാൻ പാടില്ല. കഴിഞ്ഞ നാളുകളിൽ
ദൈവം ഈ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ആത്മീയമായും ഭൗതികമായും ഈ കിടക്കുന്ന ആ കപ്പ് മുഴുവനും ആത്മീയത്തിൽ നമ്മുടെ പിള്ളേർ ഉന്നതമാണെന്ന് തെളിയിച്ചതാണ്. എന്നാൽ ഭൗതികത്തിലും തെളിയിച്ചു, ഇനിയും തെളിയിക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ അവരുടെ ഭാവി അടയത്തക്ക വണ്ണം ശത്രു ഇട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിച്ച് അവർ സ്വതന്ത്രമാകണം. അവരുടെ ഭാവിയെ തടയാൻ ഒരു ശത്രുവിനെയും സമ്മതിക്കരുത്. അവരുടെ നന്മ തട്ടിയെടുക്കാൻ ഒരു പിശാചിനെയും സമ്മതിക്കരുത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എൻ്റെ തലമുറയുടെ അനുഗ്രഹം ശത്രു തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ദൈവത്തിന് സ്തോത്രം കൃത്യം 10 മണിക്ക് വരണം കേട്ടോ. ഈ 11 മണിക്ക് വന്ന് കയറുന്ന സ്വഭാവം അങ്ങ് കളഞ്ഞേക്കണം. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ ഉണ്ട് 11:30 ആകുമ്പോൾ വലിയ ആടിയും കയറി വരും. പ്രൈസ് ഗോഡ്. അതൊന്ന് മാറ്റിയിട്ട് 10 മണിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ ഇപ്പോഴേ പറഞ്ഞേക്കുക, വെള്ളിയാഴ്ച 10 മണിയെന്ന് ഇപ്പോഴേ ഓർത്തോണം. 10 മണിക്ക് ഇവിടെ എത്തണം, വീട്ടിൽ നിന്നല്ല പുറപ്പെടേണ്ടത്. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? 10 മണിക്ക് നമ്മളിവിടെ കൂടണം. എന്തിനാണെന്നറിയാമോ? എന്തിനാ? വേദപുസ്തകം പറയുന്നു, പ്രാർത്ഥന ഒരു യുദ്ധമാണ്. ആരോട് യുദ്ധമാണ്? പിശാചിനോട് യുദ്ധമാണ്. പ്രൈസ് ഗോഡ്. അപ്പം നമ്മൾ അന്നൊരു യുദ്ധം ചെയ്യും. 2 വേദപുസ്തകം പറയുന്നു, പ്രാർത്ഥന ഒരു അപേക്ഷയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്തോത്രം, നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഒറ്റ വെട്ട്, ആ വെട്ട് ശത്രുവിൻ്റെ നെറുകന്തലക്കിട്ടായിരിക്കും. അതോടെ പ്രശ്നം തീരും. എത്ര പേർക്ക് ധൈര്യമുണ്ട്? പ്രൈസ് ഗോഡ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സമാധാനം കെടുത്തുന്ന വിഷയങ്ങൾ നിർഭയം നമ്മളെ വസിക്കുമാറാക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ആമേൻ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്ന് തൊട്ട് ദിവസം കാലത്തും വൈകിട്ട് ഒരു 5 മിനിറ്റ് ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്തിനാണെന്നറിയാമോ? ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മൂർച്ച കൂട്ടി നല്ല ഷാർപ്പാക്കി കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. ഇവിടെ വന്നിട്ട് മൂർച്ച കൂട്ടാൻ നോക്കരുത്, മൂർച്ച കൂട്ടി കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശക്തമായി ദൈവസന്നിധിയിൽ നിന്ന് മറുപടി വാങ്ങിച്ചുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോകണം. വേദപുസ്തകം പറയുന്നു, യേശു ഇപ്രകാരം പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, പിശാചിനോട് ഇന്നോട്ട് പറഞ്ഞോണം, പിശാചെ വെള്ളിയാഴ്ച വരെ നീ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ വെള്ളിയാഴ്ച ഞങ്ങൾ കേട്ടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ എല്ലാ പ്രവൃത്തികളുടെ മേലും ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ഉറപ്പിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് തൊട്ട് അവൻ പുറകോട്ട് മാറാൻ തുടങ്ങും. ഈ ആരാധന കഴിയുമ്പോൾ തൊട്ട് പിശാച് ഞെട്ടി വിറച്ച് പുറകോട്ട് മാറത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം വിഷയങ്ങളിൽ നടക്കട്ടെ. അന്തുല ബൗഡ ജഗന ദലമ രഗത ശൗദർ കൗദൽ ജാനക രാതല ബലബല ഹന്തര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ മറുപടി കാണണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മുതൽ മറുപടി കിട്ടുക എന്ന് പറയുമ്പം 3-ാമത്തെ വാക്യം നിങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം. യഹോവ ഭക്തനെ തനിക്ക് രണ്ടാമത്തെ വാക്യം. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. ഇനി അടുത്ത വാക്യം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവേൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. മനസ്സിലായോ? സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിവീൻ. But know that Lord has set apart him that is godly for himself. ദൈവത്തിന് വേണ്ടി എന്നെ വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിവീൻ. ഈ ഒരു ഭയങ്കര അറിവാട്ടോ. ഞാൻ ഈയൊരു ഇത് വായിച്ചു. ഇന്ത്യയിലെ അഗാഖാൻ പാലസിലാണ് ദൈവത്തിന് സ്തോത്രം ആമേൻ കുറേ നാൾ നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിയെ തടവിൽ വെച്ചത്. പ്രൈസ് ഗോഡ്. അവിടെ ഗാന്ധിജിയുടെ പല കാര്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 2 മെതിയടി വെച്ചിട്ടുണ്ട്. കോടികൾ എന്നതിന് വിലയുണ്ട്. പ്രൈസ് ഗോഡ്. സാധനം എന്തുവാ? വെറും ഒരു പലക കഷ്ണം, അതിൽ 2 റീപ്പടിച്ചേക്കുന്ന റീപ്പർ 2 റീപ്പർ അടിച്ച ഒരു പലക കഷ്ണം, അതിലൊരു കുടുംബമുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് മേടിക്കുകയാണെങ്കിൽ ഒരു 100 രൂപയ്ക്ക് കിട്ടും. വേണ്ട കൂടി 500 രൂപ ആകട്ടെ. പ്രൈസ് ഗോഡ്. പക്ഷേ ഇന്ന് ആ മെതിയടിക്ക് കോടികളുടെ വിലയുണ്ട്.
കാരണം എന്താണെന്നറിയാമോ? അത് മരക്കഷ്ണമായതുകൊണ്ടല്ല, അത് മെതിയടി ആയതുകൊണ്ടല്ല, അത് ആരുടെ വകയായിരുന്നു? ഗാന്ധിജിയുടെ വകയായിരുന്നു. അതുകൊണ്ട് ആ മരക്കഷ്ണത്തിന് കോടികളുടെ വിലയുണ്ട്. അത് തേഞ്ഞ് 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 ഒരു ഗുണമില്ലാത്ത വിധത്തിൽ അവസ്ഥയിലായിരിക്കുകയാണെങ്കിലും അതിന് കോടികളുടെ വിലയുണ്ട്. ഞാനിത് പറഞ്ഞെന്നറിയാമോ? നീ ആരുടെ വകയാണ്? നിന്റെ ഉടമസ്ഥൻ ആരാ? നിനക്ക് വിലയുണ്ടോ? ഗാന്ധിജിയുടെ ചെരുപ്പിന് ഇത്രയും വിലയുണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം രക്തത്താൽ, യേശുവിൻ്റെ സ്വന്തം രക്തത്താൽ നിന്നെയും എന്നെയും വിലയ്ക്ക് വാങ്ങിയ ഹല്ലേലൂയ, എൻ്റെയും നിൻ്റെയും വില എത്ര വലുതാണെന്ന് ഓർത്തോണം. നാം ദൈവത്തിന് വിലയേറിയവരാണ്. അതുകൊണ്ടാണ് കർത്താവ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, യാക്കോബേ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ, നിത്യ സ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിത്യ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചിരിക്കുന്നുവെന്നുള്ള ആ ഹല്ലേലൂയ അനുഭവം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് സാധിക്കും? നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും തീരുമാനത്തോടെ പറ. പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങേ വീർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. നിത്യസ്നേഹം കൊണ്ട് ഈ ദൈവം നമ്മെ സ്നേഹിച്ചതാ. അപ്പം മനസ്സിലാക്കണം, പിന്നെ നമ്മുടെ കുറവുകൾ പലതും എന്ത് ചെയ്തു? അവൻ്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ലോകത്തിലൊരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അവൻ്റെ ലംഘനം ക്ഷമിച്ചു കിട്ടുന്നതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. കാരണം എന്താണെന്നറിയാമോ ദൈവമക്കളെ? നമ്മുടെ സകല ഭാഗ്യത്തെയും തടഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ലംഘനങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് വിഷയവും പ്രാർത്ഥന കൊണ്ട് സാധിക്കും. പക്ഷേ 58-ാം അധ്യായം യെശയ്യാ പ്രവചനം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. പ്രൈസ് ഗോഡ്. ഉറക്കെ വിളിക്ക,
അടങ്ങിയിരിക്കരുത്. പിന്നെ കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. കാരണം എന്നാന്നറിയാമോ? 59-ാം അധ്യായം 1-ാം വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവങ്ങളെയും തമ്മിൽ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ആരാ വന്നിരിക്കുന്നത്? രാജു പോളിയോ വാക്സിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, ഈ കോമ്പൗണ്ടിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കേണ്ടവർക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തു പോയി ആ വാക്സിനേഷൻ എടുത്തിട്ട് വരാവുന്നതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നിത്യ സ്നേഹം കൊണ്ട് ഈ ദൈവം നമ്മെ സ്നേഹിച്ചു. പ്രൈസ് ഗോഡ്. പക്ഷേ നമ്മുടെ ലംഘനങ്ങളും നമ്മുടെ പാപങ്ങളും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവത്തിന് സ്തോത്രം തടഞ്ഞിരിക്കുകയാണ്, എതിർത്ത് നിൽക്കുകയാണ്, തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ലംഘനങ്ങളെ അവൻ വഹിച്ച്, അതിക്രമങ്ങളെ മായിച്ച്, നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത് അവൻ മായിച്ചു കളഞ്ഞു. പ്രൈസ് ഗോഡ്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത് അവൻ മായിച്ചു. പ്രൈസ് ഗോഡ്. പ്രമാണത്താൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത് അവൻ മായിച്ചു. പാപം ചെയ്ത ദേഹി മരിക്കുമെന്ന പ്രമാണമനുസരിച്ച് നമ്മളെല്ലാം മരണത്തിനധീനരായിരുന്നു. പാപത്തിനധീനരായ നമ്മൾ, പാപം ചെയ്ത നമ്മൾ മരണത്തിനധീനരായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശു മനുഷ്യനായി ഇവിടെ അവതരിച്ച് തൻ്റെ മരണത്താൽ നമ്മുടെ മരണം നീക്കി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. ഇന്ന് പകൽക്കാലം നസറേനായ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യേ ചുന്നിക്കിടന്നുകൊണ്ട് അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണത്തക്ക വണ്ണം 2 കള്ളന്മാരുടെ മധ്യേ തൂങ്ങിക്കിടന്നുകൊണ്ട് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് സകലതും നിവർത്തിയ എന്ന് പറഞ്ഞ് വാമൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ട സകലതും നിർവഹിച്ച് അവൻ പ്രാണനെ വിട്ടു. അതിന്റെ ഗുണം എന്നാണെന്നറിയാമോ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലേക്ക് പാപിയായിരുന്ന ഞാനും മാറ്റപ്പെട്ടു. ലോകത്തിലെ സകല ഭാവികളിലും വെച്ച് അധമന ഭാവിയായിരുന്ന ഞാന്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മഹാഭാവിയായിരുന്ന ഞാന്, യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ, യേശുവിനെ രക്ഷിതാവും കർത്താവും ഞാൻ സ്വീകരിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ എൻ്റെ പാപത്തിന്റെ കുറ്റം എൻ്റെ യേശു എനിക്ക് ക്ഷമിച്ചു തന്നു. എൻ്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ എന്നെ വെളിയിൽ കൊണ്ടുവന്നു. എന്നെ നിത്യ സന്തോഷത്തിന്, നിത്യ സൗഭാഗ്യത്തിന് മാറ്റത്തക്കവണ്ണം നിത്യ സ്നേഹം കൊണ്ട് എന്നെ നിന്നെ സ്നേഹിച്ചു. തീർന്നില്ല. ഈ ലോകത്ത് വെച്ച് തന്നെ നിന്റെ കഷ്ടങ്ങൾ വരുമ്പോൾ, നിന്റെ പ്രയാസം വരുമ്പോൾ നിനക്കൊരു ഉറപ്പ് തന്നു, ഞാൻ അവന്റെ വകയാണ്, അവൻ എൻ്റെ വകയാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ, ഇപ്പോൾ ഞാൻ ആരാധിച്ചാൽ എന്റെ ദൈവം അത് കേൾക്കും. എനിക്ക് മറുപടി തരും. നിനക്ക് അധികാരമുണ്ട് ദൈവമൈതലേ, നിനക്ക് അധികാരമുണ്ട്, നിനക്ക് പദവിയുണ്ട്, നിനക്ക് പുത്രത്വത്തിന്റെ പദവിയിൽ നിന്നുകൊണ്ട് ചോദിച്ചു മേടിക്കാം. ഹല്ലേലൂയ. എന്തൊരു ഭാഗ്യമായല്ലേ. അതുകൊണ്ടാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് പാടാൻ സാധിക്കുന്നത്. ഭാഗ്യനാൻ യേശു എൻ പാപം തീർത്തനാൻ. ഭാഗ്യനാൻ യേശു എൻ പാപം തീർത്തനാൻ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയത ആർത്തു ഘോഷിക്കാറാക്കിയത
ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. എൻ രക്ഷകാ എൻ ദൈവമേ നിന്നെ നാൾ ഭാഗ്യമേ. എൻ രക്ഷകാ എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ. പ്രൈസ് ഗോഡ്. അപ്പൊ കർത്താവിലാകാൻ സാധിച്ചാൽ അത് ഭാഗ്യനാളാണ്. അവനാണ് ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആ ഭാഗ്യ പദവി ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് ഒരുക്കിയത് യേശുവിൻ്റെ കാൽവരി മരണത്താലാണ്. പ്രൈസ് ഗോഡ്. ആ മരണം നമ്മോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു. നഷ്ടപ്പെട്ടു പോയ നമ്മെ, നശിച്ചു പോയ നമ്മെ, പാതാളത്തിനാടുകളായി ഏൽപ്പിക്കപ്പെട്ട നമ്മെ, മൃത്യു മേച്ചിരുന്ന നമ്മെ, മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന നമ്മെ, നിത്യശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന നമ്മെ, പാപത്തിന് അടിമകളായിരുന്ന നമ്മെ, പാപത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് ദൈവമക്കളാക്കി തീർത്ത് അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ കൊണ്ടുവന്ന ദിവസമാണ് ഭാഗ്യ ദിവസം. ആമേ. അങ്ങനെ ഒരു ഡേറ്റ് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളുടെ ജനനത്തീയതി നമുക്കറിയാം. SSLC ബുക്കിലും പാസ്പോർട്ടിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ജനിച്ച തീയതി. എന്നാൽ അതിനോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു ഡേറ്റ് ഉണ്ട് ദൈവമക്കളെ. വീണ്ടും ജനിച്ച തീയതി. വീണ്ടും ജനിച്ച തീയതി, ബോൺ അഗെയിൻ ഡേറ്റ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അതിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു, ഒരിക്കൽ ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കും. എപ്പോഴൊക്കെയെന്നറിയാമോ? ഒന്ന് സ്വാഭാവിക മരണം. ഈ പ്രാണൻ പോകുമ്പോൾ 70-80 വർഷം കഴിയുമ്പോൾ ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും, മരിക്കും. മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണോട് ചേരും. പ്രൈസ് ഗോഡ്. 2 പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിത്യമരണം. ദൈവത്തിന് സ്തോത്രം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. സമുദ്രം തന്നെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും തന്നെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. പ്രൈസ് ഗോഡ്. അന്ന് ഇടയൻ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന പോലെ 2 കൂട്ടമായി മാനവജാതിയെ മുഴുവൻ തിരിക്കും. ഇടത്ത് ഭാഗത്ത് വലത്ത് ഭാഗത്തുള്ളവരോട്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ലോകസ്ഥാപനം മുമ്പ് ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവീൻ, സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവീൻ. ഇടത്ത് ഭാഗത്തുള്ളവരോട് പറയും, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യ നരക അഗ്നിയിലേക്ക് പോകുവീൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ഹല്ലേലൂയ ആ വലത്തു ഭാഗത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പം അതിനുള്ള അവസരമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവസരമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ തീരുമാനം. ഒരിക്കൽ ദൈവസ്തോത്രം ഒരു ഭക്തനോട് ചോദിച്ചു, സ്വർഗവും നരകവും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു. അയാൾ കൊടുത്ത മറുപടി എന്നറിയാമോ? 2 ചാണയുള്ളെന്ന് പറഞ്ഞു. സ്വർഗവും നരകവും തമ്മിൽ 2 ചാൺ ദൂരമേ ഉള്ളൂ. മനസ്സിലായില്ല. ഒന്ന് മനസ്സിലാക്കി തരാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു, 1, 2. പ്രൈസ് ഗോഡ്. ആദ്യത്തെ ചാണ്, രണ്ടാമത്തെ ചാണ് ഹൃദയത്തിൽ. സ്വർഗവും നരകവും തമ്മിൽ ഈ ബ്രെയിനും ഹൃദയവും തമ്മിലുള്ള ദൂരമേ ഉള്ളൂ. ഇന്ന് പകല് ബ്രെയിനിൽ കൂടെ കേട്ടത് ഹൃദയത്തിനകത്ത് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു തീരുമാനം. എന്തുവാ? യേശു എൻ്റെ, ഞാൻ യേശുവിൻ്റെ. രക്ഷിക്കപ്പെട്ടവർക്ക് അത് ഉറപ്പാക്കാം. യേശു എൻ്റെ, ഞാൻ യേശുവിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി ഉണ്ട്. വേദനയോടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നീ യേശുവിൻ്റെ വകയാണ്. അതുകൊണ്ട് നീ വിഷമിക്കുന്നത്, നീ വേദനിക്കുന്നത്, നീ കരയുന്നത്, നീ ദുഃഖിക്കുന്നത് എൻ്റെ യേശു കണ്ട് ഇരിക്കുന്ന ദൈവമല്ല, അവൻ മനസ്സലിയുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഉറപ്പാക്കാം. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ എൻ്റെ കരച്ചിലിൻ്റെ വിഷയത്തിന് നീ ഒന്ന് തൊടുമാറാകണമേ. ഞാൻ ദുഃഖിക്കുന്ന വിഷയത്തെ നീ ഒന്ന് തൊടുമാറാകണമേ. അത് ഏത് വിഷയമായാലും ഇന്ന് പകൽ നീ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട്, ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് നിനക്ക് അധികാരത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് മറുപടി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാം. ഈ പ്രൈസ് ഗോഡ്, ഈ 23-ാം തീയതി 12:15
സമയത്ത് 24-ാം തീയതി 12 മണിയായ ഈ സമയത്ത് ഒരു കാര്യം ഉറപ്പാക്കിക്കൊണ്ട് വീട്ടിൽ പോകാം. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ മറുപടിയുമായി മടങ്ങി പോവുകയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞിട്ടില്ലാത്തവരോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾക്കതിനൊരു അവസരമുണ്ട്. ഈ യേശു നിന്റെ വകയാകാൻ, യേശു നിന്റെ വകയാകാൻ, നീ യേശുവിൻ്റെ വകയാകാൻ. പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. യാക്കോബ് പറയുന്നു, പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യേശു ദൈവമെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഏറ്റുപറയണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അധികാരം കൊടുത്തു. ആ അധികാരമാണ് പ്രാർത്ഥിക്കുമ്പോൾ സൂര്യനെ നിർത്തുന്നത്, ചന്ദ്രനെ നിർത്തുന്നത്, രോഗങ്ങളെ സൗഖ്യമാക്കുന്നത്, വഴികൾ തുറക്കുന്നത്, വാതിലുകൾ തുറക്കുന്നത്, അഭിഷേകങ്ങളുടെ പുറത്ത് വിടുതലുകൾ തരുന്നത്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ, വീട്ടിലെ വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ, സാമ്പത്തിക വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ, ശത്രുവിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ, ഏത് വിഷയത്തിൽ പ്രാർത്ഥിച്ചാലും മറുപടി തരുന്നത് ആ അധികാരമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കെഞ്ചി എൻ്റെ ദൈവമേ ഒന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ അതിനപ്പുറത്ത് പിശാചിനോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നീ പിടിവിട്, നിന്റെ അവകാശം അവസാനിപ്പിക്ക്, നിന്റെ സകല പ്രവർത്തനങ്ങളും ഇവിടെ അവസാനിപ്പിക്ക്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ അധികാരമാണ് ഉപയോഗിക്കുന്നത്. നിന്റെ കുടുംബം തകർത്തിട്ടിരിക്കുന്ന, ബിസിനസ് തകർത്തിട്ടിരിക്കുന്ന, ആരോഗ്യം തകർത്തിട്ടിരിക്കുന്ന പിശാചിനോട് കൽപ്പിക്കാനുള്ള അധികാരം സ്വർഗ്ഗത്തിലെ ദൈവം അവന്റെ വചനപ്രകാരം നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം അവന്റെ മകൻ, അവന്റെ മകൾ എന്ന പദവിയിൽ നിന്നുകൊണ്ട് പ്രൈസ് ഗോഡ് പിശാചിനോട് സന്ധിയില്ലാത്തൊരു സമരം പ്രഖ്യാപിക്കുവാൻ, ഇന്ന് മുതൽ പ്രഖ്യാപിക്കുവാൻ, ഒടുവിൽ വെള്ളിയാഴ്ച അതിന്മേൽ ജയമെടുത്ത് മാറ്റങ്ങൾ കണ്ട്, സ്ഥിരമായൊരു മാറ്റം കണ്ട് ജീവിതം പുതുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഞാൻ പറഞ്ഞു 2013 പുതുക്കത്തിന്റെ വർഷമാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ജയത്തിന്റെ വർഷമാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എത്ര പേര് ജയിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ നമ്മൾ പിശാചിനോടൊരു സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയ്ക്ക് വിട്ടുവീഴ്ചയില്ല, ആരാധനയ്ക്ക് വിട്ടുവീഴ്ചയില്ല, വചനധ്യാനത്തിന് വിട്ടുവീഴ്ചയില്ല, ദൈവിക വിഷയങ്ങൾക്ക് ഒന്നിനും ഇനിയൊരു കോംപ്രമൈസ് ഞാൻ ചെയ്യത്തില്ല. പിശാചേ, നീയുമായിട്ട് എനിക്ക് യുദ്ധമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ കുടുംബ പ്രാർത്ഥനകളിൽ, അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, അവൻ ഹൗസ് ചർച്ചിന്റെ പ്രാർത്ഥനകളിൽ, സോണിന്റെ പ്രാർത്ഥനകളിൽ, ഏരിയയുടെ പ്രാർത്ഥനകളിൽ ഈ ദിവസങ്ങളിൽ വലിയൊരു യുദ്ധം ഫെയ്ത്ത് സിറ്റി ശത്രുവുമായി പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഫെയ്ത്ത് സിറ്റി സഭ ഈ നാളുകളിൽ ശത്രുവുമായി, പിശാചുമായി ഒരു വലിയ യുദ്ധം പ്രഖ്യാപിക്കത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം നമ്മൾ അനുഭവിക്കാൻ പോകുകയാണ്. ഈ നാളുകളിൽ തടച്ചു വെച്ച വിഷയങ്ങൾ, അടുത്തടുത്ത് വെച്ച വിഷയങ്ങൾ ഫെയ്ത്ത് സിറ്റി സഭയിൽ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അവൻ ഹല്ലേലൂയ ഒരു നന്മ തടഞ്ഞു വെക്കാൻ ഇടയാകരുത്. യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ കുടുംബത്തിന് പോലും ഒരു നന്മ തടയാൻ ഇടയാകരുത്. ഒറ്റ വ്യക്തികൾക്ക് പോലും ഒരു അനുഗ്രഹം തടയാൻ ഇടയാകരുത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നൊരു കാര്യമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് ഫസ്റ്റ് ഇയറിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 2 മാസത്തെ ക്ലാസ്സേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞങ്ങൾ ആർട്സ് കോളേജുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി. ആർട്സ് കോളേജിൽ പ്രശ്നമുണ്ടായി. അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൽ ഒരാളെ ഒരു ആർട്സ് കോളേജിൽ പിള്ളേർ തല്ലി കഴിഞ്ഞപ്പോൾ അന്ന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എറണാകുളം കോതമംഗലത്ത് സബ്സ്റ്റേഷൻ്റെ ഒരു ലോഡ്ജുണ്ട്. ആ ലോഡ്ജിൻ്റെ വാതുക്കെ ഞങ്ങളെല്ലാം കൂടെ കൂടിയൊക്കെയാണ്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, ഞങ്ങളുടെ നേതാവായിട്ടുള്ള ഒരുത്തനുണ്ട്, പ്രൈസ് ഗോഡ്. അവൻ അതിൻ്റെ ഒരു ഫോയറിലോട്ട്, അതിൻ്റെ കാർ പോർച്ചിൻ്റെ മേളിലൊരു വാർക്കലുണ്ട്, ഒരു തട്ട് പോലെ ഇരിക്കും. അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അവനൊരു കാര്യം പറഞ്ഞു. നാട്ടിൽ എന്നും ചെയ്തിട്ട് തല ഉയർത്തിപ്പറിച്ച് നടക്കത്തക്കവണ്ണം ഇവിടുത്തെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് പോലും സാധ്യമാകത്തക്കവണ്ണമുള്ള ഒരന്തരീക്ഷം സംജാതമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? പറഞ്ഞെങ്ങനെയാണ്? നാട്ടിൽ എന്തും ചെയ്തിട്ട്, എന്ത് വൃത്തികേട് ചെയ്താലും വേണ്ടുകയില്ല, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണോ അവന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റണം. പ്രൈസ് കോഡ്. അന്നത്തെ കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരെ ഏത് ടൈപ്പായിരുന്നുള്ളത് സിബിയോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. പ്രൈസ് കോഡ്. ഹാലിലോ ചേലാട്ട് ഒരു തല്ലാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേർ പോയപ്പോൾ സൈക്കിളിൽ പൈലറ്റിനെ വിട്ടു. ആർട്സ് കോളേജിലെ പിള്ളേരെ വഴിയിൽ നിന്ന് എല്ലാവരും മാറിക്കണം, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് വരുന്നുണ്ടെന്ന് പറയാൻ.
അങ്ങനത്തെ തെമ്മാടിത്തനോടെ നടക്കുന്ന കാലമാണ്. പ്രൈസ് ഗോഡ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, എൻ്റെ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് മന്തിൽ എന്തും ചെയ്ത് തലയുയർത്തി പിടിച്ച് നടക്കാൻ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന് പോലും അവസരം സംജാതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞത് പ്രൈസ് ഗോഡ് അതുപോലൊരു സമാനമായ ഒരു കാര്യം പറയുകയാണ്. ഈ സഭയിലെ ഇന്നലെ വന്നൊരു കുടുംബമായാലും ഈ കൊച്ചു പിള്ളേരായാലും ആർക്കും ഒരു ദോഷവും ചെയ്യാൻ കഴിയാതെ വണ്ണം പിശാചിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഈ ആഴ്ചത്തെ ലക്ഷ്യം. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന, തകർത്തിട്ടിരുന്ന, വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന, നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എവിടെ നിന്ന് വന്നോ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം ആത്മാവിന്റെ ശക്തിയിൽ, ആരാധനയുടെ ശക്തിയിൽ, ഉപവാസത്തിന്റെ ശക്തിയിൽ നമ്മൾ പൊരുതുമ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകയില്ല എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പറയാം, ജാതി നീങ്ങി പോകും. രക്തത്താൽ ക്ഷയമെടുക്കുകയാണ്. അപ്പോ ആമേൻ. ഈ വെള്ളിയാഴ്ച വരെ എന്ത് ചെയ്തോണെന്നറിയാമോ? അവിടെ കൊച്ചു യുദ്ധങ്ങൾ നടക്കും. എല്ലാം കൂടെ കൂടിയിട്ട് വെള്ളിയാഴ്ച ഒരൊറ്റ വലിയ യുദ്ധം. അതോടുകൂടി ദൈവത്തെ സ്തോത്രം. വേദപുസ്തകത്ത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ 40 വർഷം സ്വസ്ഥതയുണ്ടായി, പിന്നെ 28 വർഷം സ്വസ്ഥതയുണ്ടായി, പിന്നെ അവൻ്റെ ജീവകാലത്തൊക്കെയും സ്വസ്ഥതയുണ്ടായി, ശത്രു വന്നില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു താൽക്കാലിക സ്വസ്ഥതയല്ല, നീണ്ടു നിൽക്കുന്നൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് ബലപ്പെടുത്താൻ പോകുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, അധികാരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ള ഉറപ്പും വിശ്വാസവുമാണ്. അതിൻ്റെ ദൂരം 18 ഇഞ്ച്, തലേന്ന് ഹൃദയം വരെ. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ചെയ്തേ പോകാവൂ. എന്താ ഉടമ്പടി എന്നറിയാമോ? കർത്താവേ, ഞാൻ നിൻ്റെ വക, നീ എൻ്റെ വക. ഇന്ന് മുതൽ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. യേശുവിനെ എൻ്റെ വകയായി ഞാൻ സ്വീകരിക്കുന്ന ദിവസമാണ്. ഇതെൻ്റെ ഭാഗ്യനാളാണ്. ഇനി എനിക്ക് പുറകോട്ട് നോക്കേണ്ടി വരത്തില്ല. എൻ്റെ ദൈവനെ അനുഗ്രഹിക്കുന്നത് ഞാൻ കാണും. പ്രൈസ് ഗോഡ്. എല്ലാവരും കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഇന്നിവിടെ അതിഥികളായി വന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങളെ പിശാച് ഓടിച്ച് നിങ്ങൾ തളർന്ന കാലുകളുമായി, കുഴഞ്ഞ കാലുകൾ, കൈകൾ, തളർന്ന കൈകളും കുഴഞ്ഞ കാലുകളുമായിട്ടായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. കിതച്ചായിരിക്കും ഇവിടെ എത്തിയത്, വേദനപ്പെട്ടായിരിക്കും ഇവിടെ എത്തിയത്, നിരാശപ്പെട്ടായിരിക്കും ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ നിങ്ങൾ അകത്തോട്ട് കയറിയപ്പം ശത്രു പുറത്ത് നിൽപ്പുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൻ നിങ്ങളുടെ പുറകെ വരാൻ പറ്റത്തില്ല. അവൻ നിങ്ങളുടെ പുറകെ വരാൻ പാടില്ല. പ്രൈസ് ഗോഡ്. അവൻ നിങ്ങളെ വിട്ടു പൊക്കോണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഇനി മുതൽ ഞാൻ യേശുവിൻ്റെ വകയാണ്, യേശു എൻ്റേതാണ്. ആ ഒരു തീരുമാനം നിങ്ങളെടുത്ത് ശത്രുവിനോട് നീ പണി നോക്ക്, ഇനി ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് ധൈര്യത്തോടെ ഇറങ്ങിപ്പോകണം. ആ നല്ല ഒരു ഭാഗ്യനാളായി ഇന്നത്തെ ദിവസം മാറ്റണം. അതിന് തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്തുകരം ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ച് അപേക്ഷിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കരങ്ങൾ ഉയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇനി ശത്രു നിങ്ങളെ കുടുംബത്തിൽ നോട്ടമിടരുത്, നിങ്ങളുടെ വിഷയങ്ങളിൽ നോട്ടമിടരുത്, തലമുറകളിൽ നോട്ടമിടരുത്, സമ്പത്തിൽ നോട്ടമിടരുത്, ആരോഗ്യത്തിൽ നോട്ടമിടരുത്, സമാധാനത്തിൽ നോട്ടമിടരുത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു അത്ഭുതത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുമായി മടങ്ങിപ്പോകാൻ ഇടയായി തീരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. മുന്നോട്ട് കടന്നു വരാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ആമേൻ. ഇവർ മുന്നോട്ട് വരുമ്പോൾ ഇവരോട് കൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആമേൻ ഹല്ലേലൂയ അതിഥികളായിട്ടുള്ളവർക്കും മുന്നോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഫെയ്ത്ത് സിറ്റി സഭയിൽ നിങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറണം. ഇറ്റ് ഷുഡ് ബിക്കം എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. ഇന്നൊരു വിടുതലിന്റെ ദിവസമായി, ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി, ഒരു ഐശ്വര്യത്തിന്റെ ദിവസമായി മാറണം. അതിന് ദൈവം തമ്പുരാൻ സഹായിക്കുന്ന ഒരു ദിവസമായി, ഒരു ഭാഗ്യനാളായി മാറണം. പ്രൈസ് ഗോഡ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് മുന്നോട്ട് വന്നാട്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. സമുദായ കെട്ടുകളെ, പാരമ്പര്യ കെട്ടുകളെ, പൗരോഹിത്യ ബന്ധനങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്.
ഉടബല ഹദുര ജഗനാദലമാരന്തർ ഖൗഡ ഹസ്തന ജവന ദലഗര ഹസ്തന ജറബല ഹൗഡര പ്രപശ്യ. ആമേൻ, ഹല്ലേലൂയ. ഇത്രയും പേര് ഇവിടെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇനിയും ചിലരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എഴുന്നേക്ക്, മുന്നോട്ട് പോ. പക്ഷേ ബുദ്ധി പറയുന്നു വേണ്ട. പിശാചാണ് പറയുന്നത്, ബുദ്ധി അല്ല. നീ ഇന്നോട് പിശാചാണ് പറയുന്നത് വേണ്ട. കാരണം അവന് നിന്നെ വിടാൻ ഇഷ്ടമല്ല. നിന്റെ മേലുള്ള ആധിപത്യം പിശാചിന് വിട്ടുകളയാൻ ഇഷ്ടമില്ല ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് പറ, ഞാൻ മുന്നോട്ട് ചെന്ന് ഇന്ന് അനുഗ്രഹം പ്രാപിക്കും. എൻ്റെ യേശുവിൻ്റെ വകയായി ഞാൻ പ്രഖ്യാപിക്കും. പിശാച് നിനക്ക് എന്നോട് ഒരു കാര്യവുമില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് മുന്നോട്ട് വരാൻ ഞാൻ ഒരു അവസരം കൂടെ തരികയാണ്. ഇന്ന് പകല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൻ്റെ ദിവസമാണ്. ഇതൊരു ടേണിംഗ് പോയിന്റിന്റെ ദിവസമാണ്. ഇന്ന് പകൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അവസരം നിഷേധിക്കല്ലേ. എഴുന്നേറ്റ് മുന്നോട്ട് വന്നാട്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറയുന്നു, ആളുകൾ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, ദൈവത്തിന് നിർബന്ധിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാൻ സാധിക്കും, എഴുന്നേറ്റ് പോ, നിനക്ക് ഗുണത്തിനാണ്, നിനക്ക് നന്മയ്ക്കാണ്. ഇന്ന് പകല് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാട്ട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങിപ്പോകാൻ സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ അല്പസമയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിന്നോട്ട് പിടിച്ച് നിർത്തിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ, പാരമ്പര്യ ബന്ധനങ്ങൾ അഴിയട്ടെ, കമൻ ഹല്ലേലൂയ, പൗരോഹിത്യ ബന്ധനങ്ങൾ അഴിയട്ടെ, ജാതീയ ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിയട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങളിപ്പോൾ എന്നോട് കൂടെ പറയണം. പ്രൈസ് ഗോഡ്. ആ പ്രാർത്ഥന അർത്ഥം ഇതാണ്: കർത്താവായ യേശുവേ, ഞാൻ നിൻ്റെ വകയാണ്, നീ എൻ്റെ വകയാണ്. യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ സഹായിക്കണമേ. എൻ്റെ കഷ്ടതയുടെ മധ്യേ, എൻ്റെ പ്രയാസത്തിൻ്റെ മധ്യേ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ വിടുവിക്കണമേ. യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ ഞാൻ യേശുവിനോട് ജീവിക്കും. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് നിങ്ങൾ ശക്തമായി എന്നോട് ചേർന്ന് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്കൊരു മാറ്റം തരും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകല് അവിടുത്തെ പാദപീഠത്തിൽ അടിയൻ അടുത്തു വരുന്നു. എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, തെറ്റുകൾ പൊറുക്കണമേ. എനിക്ക് വേണ്ടി അങ്ങ് യാഗമായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്കായി യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. യേശുക്രിസ്തു ജീവനുള്ള ദൈവം. ഇന്ന് മുതൽ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഉടബല ഹതുര ജഗന ദലമല ഹസ്തൽ കൗഡ ഈ ഭവനത്തിൽ വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അന്തുരഗനക ജന്തൽ കൗഡ അർദ്ധല ജബന ദലകല ഹസ്ത അർമൽ കൗഡേ ജഗര ദലമ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രേന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങളെയും കെട്ടുകളെയും അഴിക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. ഇൻ ദി നെയിം ഓഫ് ലോർഡ് ജീസസ്. അഴിയട്ടെ, 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 കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. നാളുകളായി വ്യാപരിച്ചുകൊണ്ട് പോരാടിക്കൊണ്ട് കുടുംബത്തെ തകർക്കുവാൻ, ബന്ധങ്ങൾ തകർക്കുവാൻ നിൽക്കുന്ന അന്യാരാധനയുടെ ശക്തികൾ, ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, കെട്ടുകൾ അഴിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഉടബല ഹതുലക ജഗലക രക്തക നന്ദല ബത്ത അർദുൽ ഖൗഡ ശകടക ജഗല അർദല ബലക ഖൗഡക ലഗന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉടബല ഹത്ത. കഴിഞ്ഞ 8 മാസങ്ങളായി ഈ കുടുംബത്തോട് വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുത്ത് കർത്താവേ നമ്മോട് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അന്യാരാധനയുടെ ബന്ധനങ്ങളെ, പൗരോഹിത്യ ബന്ധനങ്ങളെ, ജാതീയ ബന്ധനങ്ങളെ ഞാൻ ശാസിക്കുകയാണ്. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഉടാബല ഹത്തുല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായി തകർത്തിട്ടുകൊണ്ട് അവൻ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ്, കയറത്തില്ലെന്ന് പറഞ്ഞ് പോരാടിക്കൊണ്ടിരുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉടബല ഹത്തുലിന്റെ കുടുംബ സമാധാനം കെടുത്തി നശിപ്പിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, 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 അഴിയട്ടെ. In the name of Lord Jesus. ഉടബല ഹതുലക ജലബല ഹദലക ജവലക രഗതക ജലബല. ആമേൻ, ആമേൻ, ആമേൻ. In the name of Jesus.
Jesus. In the name of Lord Jesus. അഴിയട്ടെ. തെറ്റുകൾ അഴിക്കുന്ന ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അമ്പല ബലബല ശബ്ദല ഗൗഡ അതുല ജഗന ജലഗല ഹർത്ത. ആമേൻ ആമേൻ. തെറ്റുകൾ അഴിയട്ടെ. അഴിഞ്ഞ് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. രൂപല റബ സകര ബല റബ അതുല ജഗന ജഗന ഹർത്തല ബലവ. ആമേൻ 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 ആമേൻ. പൂജബല ധരബല റബ അമ്പല ഗൗഡ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.